എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള ഒരു നല്ലൊരു ദിവസം എല്ലാവർക്കും വീണ്ടും ആശംസിക്കുകയാണ്. ഒരു റിക്വസ്റ്റ് ആണ് യൂട്യൂബ് വീഡിയോ കാണുന്നവരോടും നിങ്ങളോടും എല്ലാവരോടും ഒന്ന് ഈ വാക്ക് ഒന്ന് ടൈപ്പ് ചെയ്യാൻ തുടങ്ങിയ നിങ്ങൾ ഇന്ന് മുതൽ. ഇതുവരെ നമ്മൾ ചെയ്തത് ഐ ആം ഹാപ്പി ആൻഡ് റെഡി. ഈ വാക്ക് നിങ്ങൾ എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്യാൻ തുടങ്ങണേ. ഒന്ന് പറ്റുമോ നോക്കിയേ, ടൈപ്പ് ചെയ്യാൻ പറ്റും നോക്കിയേ. ഇവിടെ ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം. ഹാപ്പി ആൻഡ് റെഡി അവിടെ ഇരിക്കട്ടെ. ഇതൊന്ന് ട്രൈ ചെയ്യണേ. കാരണം മിനിയാന്ന് ഞാൻ പറഞ്ഞതാണ്, ഈ വാക്ക് നിങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുമ്പോൾ നിങ്ങളിൽ എപ്പോഴും ഉണ്ടാകുന്ന പോസിറ്റീവ്നെസ് ആണ്. ഏത് കാര്യത്തെയും നമ്മൾ മുമ്പിലോട്ട് എടുക്കുമ്പോൾ നമ്മൾ വളരെ പ്രതീക്ഷയോടെ, വളരെ ശുഭപ്രതീക്ഷയോടുകൂടി നമ്മൾ മുമ്പോട്ട്. ടൈപ്പ് ചെയ്യാൻ കുറച്ച് വിഷയമായിരിക്കും എന്നറിയാം, എന്നാലൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ചാറ്റിൽ പറ്റിയെങ്കിൽ യൂട്യൂബ് വീഡിയോസ് കാണുന്നവർ നിങ്ങൾ നിർബന്ധമായും താഴെ ഇത് ടൈപ്പ് ചെയ്യണം. കാരണം അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കുന്ന ഒരു ഗ്രേറ്റസ്റ്റ് അഫർമേഷൻ ആണ്. അതാണ് നമ്മുടെ പുസ്തകം തന്നെ ആ രീതിയിൽ ഇറക്കിയതിന്റെ പ്രധാന കാരണം. ഹാപ്പി ആൻഡ് റെഡി ആണെങ്കിൽ ഓക്കെ. യെസ്, ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം. ഓക്കെ, ശരി. നോക്കൂ, നമ്മൾ അതെന്താ ആൾക്കാർ ടൈപ്പ് ചെയ്യുന്നതിൽ വേറെന്തൊക്കെയാവുന്നത്? കണ്ണാടി നോക്കുമ്പോൾ സൗന്ദര്യം കൂടട്ടെ എന്ന്. അത് ഒറിജിനൽ ഉള്ളതല്ല. കണ്ണാടിയിൽ ആക്ച്വലി നമുക്ക് ഇല്ലാത്ത ഒന്നും കാണിക്കൊന്നുമില്ല. നമുക്കുള്ളത് മാത്രമേ കണ്ണാടി കാണിക്കുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, ഇത് ടൈപ്പ് ചെയ്യാൻ കുറച്ച് വിഷയമുള്ളത്. സ്പെല്ലിംഗ് കറക്റ്റ് ആവില്ല നിങ്ങൾക്ക് മൊബൈലിൽ നിന്ന് എനിക്കറിയാം, എങ്കിലും പറയാണ്. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ന് ഞായറാഴ്ചയാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ ദിവസമാണ്. വീട്ടിലെ കുറെ തിരക്കുകൾക്കിടയിലൊക്കെ വീട്ടിലെ പണികളൊക്കെ ഉണ്ടാവും. അതൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഏറ്റവും കൂടുതൽ പണ്ടൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ തിരക്കുള്ള ദിവസം എന്ന് പറയുന്നത് ജോലി ഇല്ലാത്ത ദിവസമാണ്. അത് ഡ്യൂട്ടിക്ക് പോകണ്ടാത്ത ദിവസമാണ് ഏറ്റവും കൂടുതൽ തിരക്കുണ്ട്. അതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് കരുതുന്നു. നിങ്ങളെ കുറെ ആൾക്കാർ റിട്ടയർഡ് ലൈഫൊക്കെ ഉള്ളവരാണ്. അപ്പൊ പിന്നെ എപ്പോഴും തിരക്കായിരിക്കും. റിട്ടയർഡ് ലൈഫ് ആകുമ്പോൾ പിന്നെ എപ്പോഴും തിരക്കാണ്. അല്ലെങ്കിൽ മറ്റേ ജോലി ഉണ്ടാകുമ്പോഴാണ് കുറച്ചും കൂടി നമുക്ക് ഫ്രീ ഉണ്ടാവും അല്ലെ. ഓക്കെ, എന്തായാലും സന്തോഷത്തോടു കൂടി ക്യാമറ ഓൺ ചെയ്യുന്നവരൊക്കെ ഓൺ ചെയ്യുക. നിങ്ങളൊക്കെ കണ്ട് സംസാരിക്കുമ്പോൾ നമുക്കൊരു ഇതുണ്ടല്ലോ അല്ലെ, എന്താണ്, ഒരു കറേജ് ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് രണ്ട് കാര്യം പറഞ്ഞു പോകണം അല്ലെ, മറന്നുപോയില്ലെങ്കിൽ. ഒന്ന്, ശാന്തമ്മയുടെ മകള് നേരത്തെ മെസ്സേജ് അയച്ചിരുന്നു. ഞാൻ തിരിച്ച് പറഞ്ഞിട്ടുണ്ട് ജോലിയുടെ കാര്യം എങ്ങനെ ചെയ്യണമെന്ന്. രണ്ടാമത്തെ വട്ടം മോളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട, ജോലി അത് ശരിയാവും എത്രയും പെട്ടെന്ന്. ആ ടെക്നിക്സ് ഒന്ന് ഞാൻ പറഞ്ഞു, ഏതെങ്കിലും ഒരു ടെക്നിക്ക് ഉപയോഗിക്കാൻ പറ. ഒന്നും ഉപയോഗിച്ചിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ ഒന്ന് അമ്മയും അച്ഛനും കൂടി, കണ്ണനും നിങ്ങളും കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഇതിൽ ഏതെങ്കിലും ഒരു ടെക്നിക്ക് കണ്ണടച്ച് ഉപയോഗിച്ചോളാൻ പറ. ജോലി ഈ റംസാൻ കഴിഞ്ഞ ഉടനെ കിട്ടും. റംസാന്റെ സമയത്ത് പൊതുവെ ജോലി കിട്ടുന്നത് കുറവായിരിക്കും. റംസാൻ കഴിഞ്ഞ ഉടനെ കിട്ടുന്ന രീതിയിൽ പറഞ്ഞിരുന്നു. ആദ്യം 2 വർഷത്തേക്ക് സാധാരണ ഒരു സാലറി ആണെങ്കിൽ കയറിക്കൊള്ളുക. 2 വർഷം കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വേറെ കയറാൻ പറ്റും. അങ്ങനെയാണ് ഇവിടുത്തെ പൊതുവെ ഗൾഫിൽ നടക്കുന്ന പരിപാടി. അതുകൊണ്ട് പ്രതീക്ഷയോട് നിൽക്കാൻ പറയുക. ഓക്കെ, ശരി. രണ്ടാമത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മള് തൃശ്ശൂർ പ്രോഗ്രാമിന്റെ വിത്ത് എല്ലാവരും ഇത് റെസ്പെക്റ്റോട് കൂടി ഒരു ഹാപ്പി ന്യൂസ് ഷെയർ ചെയ്യാൻ കരുതുന്നു. നമ്മുടെ തൃശ്ശൂർ പ്രോഗ്രാമിനകത്ത് 3 പുസ്തകങ്ങളാണ് പബ്ലിഷ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, എന്റെ 3 പുസ്തകങ്ങളാണ് ഒരേ വേദിയിൽ പബ്ലിഷ് ചെയ്യുന്നുള്ളത്. ആ 3 പുസ്തകം പബ്ലിഷ് ചെയ്യുന്നതിന് പ്രത്യേകതയുണ്ട്. ഇന്ന് കേരളത്തിലുള്ള ഏറ്റവും വാല്യൂ ആയിട്ടുള്ള 3 സെലിബ്രിറ്റി കം പൊളിറ്റീഷ്യൻസ് ആണ് പബ്ലിഷ് ചെയ്യുന്നതെന്ന് അറിയുക. അതാണ് സെലിബ്രിറ്റി കം പൊളിറ്റീഷ്യൻസ് 3 പേര് ഉണ്ടാവും ആ വേദിയിൽ. അവരായിരിക്കും പബ്ലിഷ് ചെയ്യുക എന്ന് നിങ്ങൾ ഡിക്ലെയർ ചെയ്യുക. പേരൊന്നും ഞാനിപ്പോ പറയില്ല. അത് അപ്പൊ പറഞ്ഞാൽ നിങ്ങൾ ഇനി യൂട്യൂബ് വീഡിയോ കാണുന്നവരൊക്കെ ഇടിച്ചു കയറും. അതിന് വേണ്ട. അതുകൊണ്ട് സീറ്റ് ഇപ്പൊ 2 ദിവസം 3 ദിവസം കൊണ്ട് 16 സീറ്റാണ് ഇനി ബാക്കിയുള്ളത്. 3-4 ദിവസം കൊണ്ട് ഫില്ലാവും. സെലിബ്രിറ്റി കൂടെ അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ അവരുണ്ടാവും എന്ന് കരുതുന്നു. അതാണ് നമുക്ക് സാധ്യതയുള്ളത്. അത് നമ്മുടെ പ്രോഗ്രാമിന്റെ ഇടയിലായിരിക്കും ഇനോഗ്രേഷൻ നടക്കുന്നത്, ബുക്ക് പബ്ലിഷിംഗ് നടക്കുന്നത്. അതിലൊരു ഹാപ്പി ന്യൂസ്, മറ്റൊരു ഹാപ്പി ന്യൂസും കൂടി നിങ്ങൾക്കുണ്ട്. ഈ 3 പുസ്തകവും ഏറ്റുവാങ്ങുന്നത് അവിടെ വരുന്ന നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ ആയിരിക്കും. അതാരാണെന്ന് തീരുമാനിക്കുന്നത് ലക്കി ഡ്രോയിൽ കൂടിയായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ആരെങ്കിലും ആവണമെങ്കിൽ മുൻകൂട്ടി പറഞ്ഞോളൂ. മുൻകൂട്ടി അതിനുവേണ്ടി നടപടി, നിങ്ങൾ മാനിഫെസ്റ്റേഷൻ തുടങ്ങിക്കോളൂ. നിങ്ങൾക്ക് ആരെ കയ്യിൽ, ആ സെലിബ്രിറ്റിയിൽ നിന്ന് എന്റെ പുസ്തകം ഏറ്റുവാങ്ങാൻ ഏറ്റവും അത് വലിയ നല്ല രീതിയിലുള്ള കവറേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാണ് അറിയുന്നത്. കാരണം അവർ വരുമ്പോൾ തന്നെ മീഡിയാസ് എല്ലാം ഉണ്ടാവും. ഓൾമോസ്റ്റ് അവിടെ അവൈലബിൾ ആയ മീഡിയാസ് എല്ലാം വരും. അപ്പൊ അതുകൊണ്ട് ഏറ്റുവാങ്ങുന്ന ആളെ പേര് അവിടെ അന്നേരം പബ്ലിഷ് ചെയ്യും. നമ്മൾ അത് അവിടെ പറയില്ല. മുമ്പേ തന്നെ നമ്മൾ ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ലക്കി ഡ്രോ എടുത്ത് റെഡിയാക്കി വെക്കും.
പബ്ലിഷിങ്ങിന്റെ സമയമാകുമ്പോൾ അവരായിരിക്കും പബ്ലിഷ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു ഹാപ്പി ന്യൂസ് നിങ്ങളോട് പറയുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആൾക്കാർ ആരൊക്കെ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കും. ഞാനായിട്ട് ഒരാളെയും റെക്കമെൻഡ് ചെയ്യില്ല. അത് അത്രയും എന്നോട് എന്താ നമ്മുടെ പുസ്തകം ഏറ്റുവാങ്ങാൻ അത്രയും ആരാണോ ഉള്ളത് അത് അവിടുന്ന് തീരുമാനിക്കട്ടെ. അവിടുന്ന് നമ്മുടെ പ്രപഞ്ച സത്യങ്ങൾ തീരുമാനിക്കട്ടെ. അല്ലെങ്കിൽ ദൈവത്തിന് വിട്ടുകൊടുക്കും. നിങ്ങളൊക്കെ എല്ലാവരും പ്രതീക്ഷ നിൽക്കുന്നു. ആ പുസ്തകമായിട്ട് നിങ്ങൾക്ക് പോകാം, അവരിൽ നിന്ന് വാങ്ങിച്ച് ആ പുസ്തകമായിട്ട് പോകാമെന്ന്. ഞാൻ അതിന് വലിയ കാര്യമായിട്ട് പറയല്ല. ചിലപ്പോൾ പൊതുവെ നിങ്ങൾ കണ്ടിട്ടില്ലേ, സെലിബ്രിറ്റിയിൽ നിന്ന് മറ്റൊരു സെലിബ്രിറ്റി ആയിട്ട് വാങ്ങുന്നത് എന്നൊക്കെ കേട്ടിട്ടില്ല. അപ്പൊ ഞാൻ ഇവിടെ തീരുമാനിച്ചു, നമ്മളെക്കാളും വലിയ സെലിബ്രിറ്റി ആരാണ്? നമ്മളാണ് നമ്മൾ ഏറ്റവും വലിയ സെലിബ്രിറ്റി. നമ്മുടെ പ്രോഗ്രാം അല്ലേ, അപ്പൊ നമ്മളാണ് സെലിബ്രിറ്റികൾ. അപ്പൊ അതിന് എല്ലാവരും തയ്യാറായിക്കൊള്ളാം എന്നുള്ള പറയാണ്. പിന്നെ തൃശ്ശൂർ പ്രോഗ്രാമിൽ മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾക്കൊരു മാജിക്, കൃത്യമായി പറയാം, അതൊരു മാജിക് സാധനം കൂടി നിങ്ങൾക്ക് തയ്യാറാക്കുന്നുണ്ട്. അത് വീട്ടിൽ കൊണ്ടുപോയി ചെയ്യേണ്ട ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ്. അന്നത് പഠിപ്പിച്ചു തരികയും ചെയ്യും. ഞാൻ കുറെ ടെക്നിക്കുകളിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുള്ളൂ. ഇതുപോലെ മോതിരം, മറ്റത് മറിച്ചതൊക്കെ പരിപാടി ടെക്നിക്കുകൾ പഠിപ്പിച്ചു തന്നു. അതുപോലത്തെ മറ്റൊരു ടെക്നിക്ക്, അത് അവിടെ മാത്രമേ പറഞ്ഞു തരുള്ളൂ. പുറത്ത് ആരോടും, അവിടെ കിട്ടിയ ആൾക്കാർക്ക് നിഷ്കർഷയുണ്ട്, പുറത്ത് ആരോടും അത് പറയാൻ പാടില്ല, പുറത്ത് നിങ്ങൾ ആർക്കും അത് ഷെയർ ചെയ്യാനും പാടില്ല എന്നൊരു ടെക്നിക്ക്. പക്ഷെ അത് റിസൾട്ട് അത്ര കണ്ട് ബെനിഫിറ്റ് ആവുന്ന റിസൾട്ട് ചെയ്യുന്ന ഒരു സംഭവമായിരിക്കും അതും കൂടി. അപ്പൊ അതുകൊണ്ട് എന്താന്ന് വെച്ചാല് എനിക്ക് മാക്സിമം 27-ാം തീയതിക്ക് മുമ്പിൽ ആൾക്കാരെ കൺഫേം ആയവർക്ക് മാത്രമേ ആ സാധനം ബുക്ക് ചെയ്ത് വരുത്താൻ പറ്റുള്ളൂ. അത് പുറത്തുനിന്ന് വരുത്തുന്ന ഒരു സാധനമാണ്. 27-ാം തീയതിക്ക് ശേഷം പേയ്മെന്റ് അടച്ചവർക്ക് ആ സാധനം എനിക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം 27-ാം തീയതി ഒരാഴ്ച സമയം വേണം അത് പാർസ് കൊറിയറിൽ നാട്ടിൽ എത്താനായിട്ട്. അത് എത്തിക്കഴിഞ്ഞിട്ട് അതിന് കുറച്ച് പണിയുണ്ട്. അത് പറഞ്ഞാൽ അത്രയും സമയം എടുക്കും. അതുകൊണ്ട് ഞാനത് പറഞ്ഞാൽ അടി എന്നുള്ളൊരു വാക്ക് താഴെ കണ്ടു. ഇത് എവിടെയാണ് അടി വന്നതെന്ന് ടൈപ്പിംഗ് പോയി നോക്കിയത്. ഒരാൾ ടൈപ്പ് ചെയ്ത് പറഞ്ഞാൽ അടി. ഞങ്ങൾക്ക് തരുമോ വെച്ചാൽ ഇല്ല, അവിടെ വരാത്തവർക്ക് തരില്ല, വരുന്നവർക്കേ തരുള്ളൂ. ഇത് ഓൺലി എക്സ്ക്ലൂസീവ് ഫോർ തൃശ്ശൂർ പ്രോഗ്രാം. ഞാൻ എവിടെയും അതിനെപ്പറ്റി ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇനി ഒരു ക്ലാസ്സിൽ അത് പറയൂല. നിങ്ങൾ ആരെങ്കിലും പുറത്ത് പറയാനും പാടാത്തൊരു ടോപ്പ് സീക്രട്ട് ആണ്. അങ്ങനത്തെ ഒരു സാധനം ഓർഡർ ചെയ്ത് വരുത്തുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി 27-ാം തീയതി മാക്സിമം ടൈമാണ്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് പറ്റില്ല. കാരണം വെച്ചാൽ എന്ത്, ഈ 27-ാം തീയതി പ്രോഗ്രാം ഒന്ന് കഴിയട്ടെ റോഷ്നി. ജൂൺ ജൂലൈയിൽ നാട്ടിൽ പ്രോഗ്രാം ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നത്. വേണ്ട റോഷ്നി, ഒരു കാര്യം, ഇസ്രയേൽ പോകുമ്പോൾ അബുദാബി വഴി വാ, ഇവിടെ വന്നിട്ട് എന്നെ കണ്ടിട്ട് പോകാം. അപ്പൊ വിഷയം തീർന്നില്ല, പ്രോഗ്രാം ഒന്നും വേണ്ട. അതല്ലേ വിഷയമുള്ളൂ. പെന്നൊന്നും അല്ല, പേന തരാൻ എന്തിരിക്കുന്നു. പേനൊന്നും ഞാൻ കൊണ്ടില്ല, നിങ്ങൾക്ക് എഴുതി വെക്കാലോ. പേനൊന്നും അല്ല സജീവ്, എത്രക്കൊന്നും സജീവ ചിന്തിക്കണ്ട, എത്തൂല. എങ്ങനെ കഴിഞ്ഞാൽ എത്തൂല. അപ്പൊ സന്തോഷത്തോടു കൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കിടക്കാം. എന്തെങ്കിലും ആർക്കും ചോദിക്കാനുണ്ടെങ്കിൽ 1 മിനിറ്റ് സമയം തരാം. പിന്നെ നിർത്തിയ പറഞ്ഞ വാട്സപ്പ് മെസ്സേജ് അയക്കരുത്. സംസാരിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ പറയാം. ആർക്കെങ്കിലും പറയണ്ട, ഹാപ്പി ന്യൂസ് ആയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷെയർ ചെയ്യണ്ട, ഇപ്പൊ പറഞ്ഞു. 1 മിനിറ്റ് ഞാൻ സമയം തരാം. അൺമ്യൂട്ട് ചെയ്യാം. ഒരാൾ മാത്രം, 1-2 ആൾ അൺമ്യൂട്ട് ചെയ്യുക. പറഞ്ഞോളൂ. ചോദിച്ചില്ല, കുറച്ച് ദിവസമായിട്ട് ചോദിച്ചില്ല എന്നല്ല. യെസ്, തൃശ്ശൂർ പ്രോഗ്രാം നിങ്ങളുടെ മാനിഫെസ്റ്റേഷനാണ്. താങ്ക് യു. സാർ, ഇന്ന് മോള് റിന്യൂവൽ ചെയ്യാൻ പോയിട്ടുണ്ട് ഇവിടെ ഒമാനിലേക്ക്. വിസ നാളെ തിരിച്ചെത്തും. മോളെ പറ്റിയാണല്ലോ ഞാൻ ഇപ്പൊ പറഞ്ഞത്. അതെ അതെ അതെ, മോള് പോയത് എന്നോട് പറഞ്ഞില്ല. ഒമാനിലേക്ക് മോള് പോയത് എന്നോട് പറഞ്ഞില്ല. ഇപ്പൊ മെസ്സേജ് അയച്ചിരുന്നു. ഇപ്പൊ ഞാനൊരു മെസ്സേജ് തിരിച്ചു പറഞ്ഞിരുന്നു. പിന്നെ ഇപ്പോ ഒമാനിൽ റിന്യൂ ചെയ്യാൻ പോയി എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് മോളെ ഏതെങ്കിലും ഒരു ടെക്നിക്ക് എടുത്തിട്ട് ട്രൈ ചെയ്യാൻ പറയട്ടെ. ഒട്ടും സമയം ലേറ്റ് ആക്കരുത്. ഇനി ഒന്നും ചെയ്തില്ല, ഒരു ടെക്നിക്ക് മോള് ചെയ്തില്ല. എന്നെ കൊണ്ട് പറഞ്ഞത്, എന്നോട് പറഞ്ഞില്ല, ചെയ്തു എന്നുള്ളതായി പറഞ്ഞില്ല. പിന്നെ ഞാനായിട്ട് ടെക്നിക്ക് പറഞ്ഞില്ല. അച്ഛനും അമ്മയും കൂടി പറഞ്ഞോളൂ, ഏതെങ്കിലും ഒരു ടെക്നിക്ക് എടുത്തു കൊടുക്കുക, എന്നിട്ട് ട്രൈ ചെയ്യാൻ പറയട്ടോ. എന്തായാലും ജോലി ശരിയാവും. ഞാൻ അപ്രിമേഷൻ ഒക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ അപ്രിമേഷൻ ഒക്കെ അയച്ചു കൊടുത്തൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്. ശരി. ഞാൻ സാറ് പറയുന്നൊക്കെ ഞാൻ അപ്പൊ തന്നെ അയച്ചു കൊടുക്കുന്നുണ്ട്. എഴുതി ബുക്കിനകത്ത് എഴുതി അയച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് എനിക്കും കൂടി അയച്ചു തരാൻ പറയണേ. കറക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ നോക്കട്ടെ. ഞാനത് CV നമ്മുടെ വലിയ HR ഗ്രൂപ്പ് ഉണ്ട്, അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നോക്കട്ടെ അവരെങ്ങനെ എന്താ ചെയ്യുന്നതെന്ന്. നോമ്പ് കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ നടക്കും. ഓക്കെ, ഫുൾ. താങ്ക് യു സർ. എല്ലാവർക്കും ഗിഫ്റ്റ് ഉണ്ടോന്ന് വെച്ചാൽ ഗിഫ്റ്റ് ഒന്നും തരുന്നു ഞാൻ ആരോടും പറഞ്ഞില്ലല്ലോ. ഗിഫ്റ്റ് തരുന്ന ആരോടും പറഞ്ഞു ഞാനൊരു സാധനം ഉണ്ടെന്നല്ലേ പറഞ്ഞുള്ളൂ. നിങ്ങൾ വേണ്ടാത്തൊക്കെ ഉണ്ടാക്കിയിട്ട് എന്നെ കണ്ടീഷനിലാക്കുന്നത്. ഞാനൊരു ഗിഫ്റ്റ് ഒന്നും തരില്ല. ആർക്കാ ഗിഫ്റ്റ് വേണ്ട? എന്റെ ഗിഫ്റ്റ് ആർക്കാ വേണ്ടേ? ഗിഫ്റ്റ് ഒന്നും വേണ്ട. ഞാൻ എന്തോ തരാന്നല്ലേ പറഞ്ഞുള്ളൂ. ഗിഫ്റ്റ് തരാന്ന് പറഞ്ഞോ? ഇല്ല,
ഇല്ല ഇല്ല, ഗിഫ്റ്റ് തരാന്നില്ല, വാക്കേ പറഞ്ഞിട്ടില്ല. ഓക്കെ, ശരി, അത് കഴിഞ്ഞു. അപ്പോ നമ്മള് കാര്യത്തിൽ കിടക്കാം, ഇന്നത്തെ ക്ലാസ്സിൽ കിടക്കാം അല്ലെ പെട്ടെന്ന്. ഇന്നത്തെ ക്ലാസ്സിൽ ഇൻട്രസ്റ്റ് ഉള്ള, ഇന്നത്തെ ക്ലാസ്സിന്റെ സബ്ജക്റ്റിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ എത്ര പേരുണ്ട്? ഇന്നത്തെ ക്ലാസ്സിന്റെ സബ്ജക്ട് നിങ്ങൾ കണ്ടായിരുന്നല്ലോ, കടം. കടം എന്താണ്? കടം ഒരു ഇതായിരുന്നു സംഭവം. കടബാധ്യത അകറ്റാൻ ഒരു പവർഫുൾ ടെക്നിക്ക്. കടബാധ്യത ഉള്ളവർ എത്ര പേരുണ്ട് ഇവിടെ? ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയേ. കടബാധ്യത ഉള്ളവർ, കടബാധ്യതയുള്ളവർ എത്ര പേരുണ്ട്? അത് അകറ്റാൻ എത്ര പേര്, എത്ര എന്തെങ്കിലും ടെക്നിക്ക് വേണ്ടവരുണ്ടോ? എന്റെ ദൈവമേ, ഈ 155 ആളുണ്ടോ? ഞാൻ മാത്രമേ ഉള്ളൂ ഇല്ലാതെ ഉള്ളൂ, ഞാൻ മാത്രം ടൈപ്പ് ചെയ്യേണ്ടി വരും. എന്നാല് എനിക്കും ഉണ്ട് കേട്ടോ. നോക്കൂ, കടബാധ്യത, നിങ്ങൾക്ക് കടമുള്ളതല്ല, ബാധ്യതയായി മാറിയ കടത്തെ മാത്രമേ ഇതൊക്കെയുള്ളൂ. ബാധ്യതയായി വന്നത്, അതായത് കൊടുക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നത് മാത്രമാണ് ബാധ്യത എന്ന് പറയുന്നത്. വാക്ക് ശരിക്കും കേൾക്കുക. കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾ വെറുതെ ടൈപ്പ് ചെയ്യരുത്. കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് മാത്രമാണ് ബാധ്യത. അല്ലെങ്കിൽ അത് ബാധ്യതയല്ല, അല്ലെങ്കിൽ അതൊരു ക്രയവിക്രയം മാത്രമാണ്. പലതവണ പറഞ്ഞതാണ്, നമുക്ക് ബാങ്ക് ലോൺ എടുക്കുക എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ബിസിനസ് ലോൺ എടുക്കുക എന്ന് പറഞ്ഞത്, അതൊരു ക്രയവിക്രയം മാത്രമാണ്. ഇത് അടക്കാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നത് മാത്രമാണ് ഏറ്റവും വലിയ വിഷയം. എന്താണ്? ഇത് അടക്കാൻ എനിക്ക് പറ്റില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവർ മാത്രം കൈപൊക്കിയാൽ മതി, ഇല്ലാത്തവർ കൈപൊക്കണ്ട. അത് കറക്റ്റ്, അതാണ് ഒരു വേർഡ് കറക്റ്റ്. അത് നാളെ പ്രോബ്ലം ആകും. അടക്കാൻ എനിക്ക് പറ്റിയില്ലെങ്കിലോ നാളെ, ഇന്ന് വിഷയമല്ല, നാളെ അടക്കാൻ പറ്റിയില്ലെങ്കോ അല്ലെ. ഓക്കെ, ഇനിയുള്ളവരുണ്ടോ? ഇതെല്ലാം ഉള്ളവർ തന്നെയാണല്ലേ, ഇത് കറക്റ്റ് ആണല്ലേ? എന്നാലും ഉണ്ട്. പലിശ ഈടാക്കും, അതില്ല. ഓക്കെ, ഇതൊരു ഇതെന്താ പറയാ, ഒരു സബ്ജക്റ്റ് ആണ്, കുലിക്കപ്പിടിച്ച സബ്ജക്റ്റ്. നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ രാജാവ് അല്ലെ, വേണ്ട, ഞാനൊന്നും പറഞ്ഞതാവുന്നില്ല. ഇതൊരു ശീലമായി പോയതുകൊണ്ട്. ഓക്കെ, ഇന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് കേൾക്കണം, വളരെ ശ്രദ്ധയോടെ കേൾക്കണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ മൈൻഡ് സെറ്റ് ഉള്ളവർ, ഈ കടം ബാധ്യത മൈൻഡ് സെറ്റ് ഉള്ളവർ ഞാൻ ഈ പറയുന്നത് കേൾക്കാൻ പോലും തയ്യാറാവില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതൊന്നും ഞാൻ പറയുന്നത് കേൾക്കണം, എന്നിട്ട് ഞാൻ സൊല്യൂഷൻ പറയാം. ഞാൻ ആകെ ഇപ്പൊ എത്രയായി, 8:30 മണിയായി. ഒരു 15 മിനിറ്റ് നേരം മാത്രമേ ഞാൻ ഇതിനെ പറ്റിയിട്ട് കൃത്യമായി പറയുള്ളൂ. അപ്പൊ ഇന്ന് ഒരെണ്ണം റിമൈൻഡ് ചെയ്യണം. 15 മിനിറ്റ്സ് കൊണ്ട് മാത്രമേ ഞാൻ പറയുള്ളൂ. അത് കഴിഞ്ഞിട്ട് 15 മിനിറ്റ്സ് ഞാൻ ടെക്നിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിന്റെ ഇടയിൽ ബാക്കിയുള്ള പരിഹാര മാർഗങ്ങളും പറഞ്ഞു തരാം. അത് ഇത്രയാണ് ഞാൻ ഉദ്ദേശിക്കുന്ന സാധനം. ചിലപ്പോൾ സംസാരിച്ച് അങ്ങ് പോവാതിരിക്കുക, കാരണം ഇത് വലിയ സബ്ജക്റ്റ് ആണ്, കുറെ കൺവിൻസ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. എങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി എടുക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. കുറച്ചും കൂടി ടൈം എടുത്ത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. യഥാർത്ഥത്തിൽ കടം അല്ലെങ്കിൽ നമുക്ക് കടബാധ്യത എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കടം അല്ലെങ്കിൽ ബാധ്യത എന്നത് പൂർണ്ണമായ ഒരു സാമ്പത്തിക പ്രശ്നമാണോ അതോ ഒരു മനോഭാവത്തിന്റെ പ്രതിഫലനമാണോ എന്നൊന്നും നിങ്ങൾക്കൊന്ന് പറയാം. ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. നമ്മുടെ ബാധ്യത എന്നത് ഒരു സാമ്പത്തിക പ്രശ്നമാണോ അല്ല നമ്മുടെ മനോഭാവത്തിന്റെ പ്രതിഫലമാണോ? മനോഭാവത്തിൽ നിന്ന് ഉണ്ടായ ഒരു വിഷയമാണോ അല്ല സാമ്പത്തിക പ്രശ്നമാണോ? വെരി ഗുഡ് ഓമന, വെരി ഗുഡ്, താങ്ക് യു. ശരിക്കും ശ്രദ്ധിക്കണം, എല്ലാവരും മറുപടിയാണ്. ഈ മറുപടിയൊക്കെ അനുസരിച്ചേക്ക് നിങ്ങളെ പാകപ്പെടുത്തുന്നത്. ഇത് ഏറ്റവും കടമുള്ള ആൾക്കാർ മറുപടി പറയണേ. കടം ഏറ്റവും കൂടുതലായിട്ടുള്ള ബാധ്യത, ഇത് കടം എന്ന വാക്കിനെ നിങ്ങൾ മാറ്റിവെക്കാം, ബാധ്യത എന്നാക്കണം. ബാധ്യത കൂടുതലുള്ളവർ ഇതിന് മറുപടി അറിയണം. ബാധ്യത എന്നത് സാമ്പത്തിക പ്രശ്നമാണോ അല്ല മനോഭാവത്തിന്റെ പ്രതിഫലമാണോ? യെസ്, സാമ്പത്തിക പ്രശ്നം. പറയട്ടെ, അത് പെട്ടെന്ന് പോരണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സാമ്പത്തിക പ്രശ്നമാണ് എങ്കിൽ ഇത് ശരിക്കും എവിടെയാണ് റിഫ്ലക്ട് ചെയ്യുന്നത്? എവിടെയാണ് ഇതിനെ നിങ്ങളെ തളർത്തുന്നത്? പണം, ഓക്കെ, പണത്തിന്റെ പ്രശ്നം തന്നെയാണ്. അപ്പൊ അത് മെറ്റീരിയലിസ്റ്റിക് ആണ്. പണം എന്ന് പറയുന്നത് മെറ്റീരിയലിസ്റ്റിക് ആയ മാത്രം കാര്യമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെയാണ് പറയുന്നതെങ്കിൽ
അപ്പൊ യഥാർത്ഥത്തിൽ ഈ വിഷമം അനുഭവിക്കുന്ന എവിടെയാണ് എനിക്ക് കൊടുക്കാൻ പറ്റില്ല, ഇപ്പൊ ടൈപ്പ് ചെയ്തില്ലേ, കൊടുക്കാൻ പറ്റുമോ പറ്റില്ലേ എന്നുള്ള ചിന്തകളാണ് നമ്മളെ ഏറ്റവും ഭരിക്കുന്നത് എന്ന് പറഞ്ഞു. ഇതിനെ കൊണ്ട് പറ്റുമോ, അത് ഞാൻ ആ സമയത്ത് അടക്കുമോ ഇല്ലയോ എന്നുള്ള ചിന്തയല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ അലട്ടുന്നത്. പൈസ വരുമോ, എനിക്ക് എവിടെന്തെങ്കിലും പൈസ ഉണ്ടാക്കാൻ പറ്റുമോ, അടുത്ത മാസത്തേക്ക് EMI പോവാനുണ്ട്, പിന്നെ രണ്ടാമത്തെ ഓരോ മാസം കിട്ടിയ ശമ്പളം മുഴുവൻ EMI ആയി പോകുന്നു. യഥാർത്ഥത്തിൽ ഓരോ മാസവും കിട്ടുന്ന ശമ്പളം EMI ആയി പോകുന്നത് മറ്റാരെങ്കിലും നമ്മളെ അടിച്ചേൽപ്പിച്ചതാണോ? നിങ്ങൾ ഇത്രയും EMI അടച്ചോളൂ എന്ന് എഴുതി തയ്യാറാക്കി കൊടുത്തു വിട്ടതാണോ? നമ്മളായിട്ട് തീരുമാനിച്ചുണ്ടാക്കിയതാണ്. എല്ലാവർക്കും അറിയാൻ പറ്റും ആരും ഉണ്ടാക്കിയതല്ല, നമ്മളായിട്ട് EMI ക്രിയേറ്റ് ചെയ്തതാണെന്ന് പറയാം. അതായത് പറഞ്ഞത് ഇത്രയാണ്, കടം എന്ന് പറയും, ബാധ്യത എന്നത് പൂർണ്ണമായി ഒരു സാമ്പത്തിക പ്രശ്നമേ അല്ല, അത് മനോഭാവത്തിന്റെ പ്രതിഫലനമാണെന്ന് തിരിച്ചറിയുക ആദ്യം തന്നെ. എങ്കിൽ മാത്രമേ ഇതിനകത്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മളുടെ ചിന്തകളും വിശ്വാസങ്ങളും പ്രവർത്തനങ്ങളും കടം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് നിർണയിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് നമ്മളെ അലട്ടുന്നത്. സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് നീങ്ങണമെങ്കിൽ നമ്മൾ ഏറ്റവും പ്രാഥമികമായി ചെയ്യേണ്ടത് നമ്മളുടെ മനസ്സിലുള്ള മാറ്റത്തിന്റെ അനിവാര്യതയാണ് എന്നറിയുക. മാറേണ്ടത് നമ്മുടെ ചിന്താഗതിയും അതിനുള്ള സിസ്റ്റമും തന്നെയാണ് പ്രശ്നം. അല്ലെങ്കിൽ കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആയി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ സാമ്പത്തിക ബാധ്യത നമുക്ക് ഉണ്ടാവുന്നുവെങ്കിൽ മറ്റൊരു സാമ്പത്തികമായി നമുക്ക് ലഭിച്ചാലും ആ ബാധ്യതയിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പോ തൊട്ട് മുമ്പ് തന്നെ നമ്മളിവിടെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ 80 വയസ്സിൽ മുകളിലായ നമ്മുടെ അമ്മ രമണി അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് നല്ല പെൻഷൻ വരുന്നുണ്ട്, പക്ഷെ ഓരോ മാസവും EMI ആയി തന്നെ അത് പോകുന്നു എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഈ EMI അമ്മ അവരുടെ ജീവിതത്തിന് വേണ്ടി എടുത്തതാണോ? അല്ല, മറ്റാർക്കോ വേണ്ടി, മറ്റൊരാവശ്യത്തിന് വേണ്ടി അവർ ക്രിയേറ്റ് ചെയ്തെടുത്തതാണ്. എന്നിട്ടും നമ്മൾ പറയുന്ന എന്തിനെയാണ്? എനിക്ക് വരുന്ന പെൻഷൻ മുഴുവൻ ദേ പോകുന്നു എന്ന അവസ്ഥയിലേക്കാണ് നമ്മൾ മൈൻഡിനെ വെച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമുക്ക് EMI അടക്കുന്ന തുക നമുക്ക് ലംസമായി കിട്ടിയ എമൗണ്ട് അല്ലേ? നമുക്ക് മൊത്തത്തിൽ സാമ്പത്തികമായി കിട്ടിയ ഒരൊന്നിനെയല്ലേ തിരിച്ചടക്കുന്നത്. ആ തിരിച്ചടവ് കൊടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? അയ്യോ, ഇതും അടക്കണമല്ലോ എന്നുള്ള അവസ്ഥയല്ലേ? യഥാർത്ഥത്തിൽ അവിടെയാണോ നമുക്ക് നഷ്ടം സംഭവിച്ചത്? നമുക്ക് എവിടെയാണ് സംഭവിച്ചത്? നമ്മൾ ലംസമായി എടുത്ത എമൗണ്ട് നമുക്ക് കൃത്യമായി വിനിയോഗിക്കാൻ പറ്റാതെ അത് ദുരുപയോഗം ചെയ്യുകയോ അല്ലെങ്കിൽ അർഹമല്ലാത്ത രീതിയിൽ നമ്മൾ ഉപയോഗിക്കുകയോ ചെയ്തപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയതാണ് സംഭവിച്ചത്. അല്ലാതെ ഇപ്പോൾ പെൻഷനായിട്ട് വരുന്ന തുക അതിനകത്ത് ഒരു ഉത്തരവാദിത്വമല്ല, അതൊന്നും ചെയ്തിട്ടില്ല. അത് കൃത്യമായി നമ്മളിൽ വരുമ്പോഴും നമ്മൾ പഴിക്കുന്നത് അതിനെയാണ്. യഥാർത്ഥത്തിൽ പോയത് ഏതാണ്? നമ്മൾ ദുരുപയോഗം ചെയ്ത ഒരു സംഭവമാണ്. പക്ഷെ നമ്മൾ അതിനെപ്പറ്റി പറയുന്നുണ്ടോ? അപ്പോൾ യഥാർത്ഥത്തിൽ അതുപോലെ തന്നെ ഇനിയിപ്പോ ആ എമൗണ്ട്, ഫോർ എക്സാമ്പിൾ പറയാം, ഇഷ്ടംപോലെ ഉദാഹരണം എടുക്കാം. നിങ്ങൾക്ക് ഒരു കടം തീരാനായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് കാശ് കിട്ടി എന്ന് കരുതിക്കോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോട്ടറി അടിച്ചു എന്ന് തന്നെ കരുതിക്കോ, കാശ് കിട്ടി. അപ്പൊ സാമ്പത്തിക പ്രശ്നമാണെങ്കിൽ അത് തീരണം. അവിടെ തീരുന്നുണ്ടോ നിങ്ങളുടെ കടം? കടമുള്ളവർ അവിടെ വെച്ച് ആ പൈസ കൊടുത്തിട്ട് സെറ്റിൽ ചെയ്ത് പൂർണ്ണമായും പിന്നെ കടമില്ലാതാക്കാൻ പറ്റുമെന്ന് ഒരാൾക്ക് ഇവിടെ നിന്നോട് ഉറപ്പ് തരാൻ പറ്റും? ഓക്കെ, എനിക്ക് 15 ലക്ഷം രൂപ കടമുണ്ട്, 15 ലക്ഷം കിട്ടിയാൽ ഞാൻ അത് അടച്ചാൽ ഞാൻ സ്വസ്ഥമാവും, പിന്നെ ജീവിതത്തിൽ എനിക്ക് ബാധ്യത ഉണ്ടാവില്ലെന്ന് ഈ ബാധ്യതയുള്ള ഒരാൾക്ക് ഉറപ്പ് തരാൻ പറ്റുമോ? ജീവിതത്തിൽ പിന്നെ എനിക്ക് ബാധ്യത ഉണ്ടാവില്ലെന്ന് ഒരാൾ പറയും. ഇനി ചലഞ്ച് ചെയ്യുന്നു, നിങ്ങളോട് ചലഞ്ച് ചെയ്യുന്നു, ഫേസ് ടു ഫേസ് ചലഞ്ച് ചെയ്യുന്നു, മാക്സിമം നിങ്ങൾക്ക് ചലഞ്ച് ചെയ്ത് നിൽക്കാൻ പറ്റും 1 വർഷം. അതിൻ്റെ ഇടയിൽ നിങ്ങൾ വീണ്ടും ബാധ്യതയിലേക്ക് വീഴുക തന്നെ ചെയ്യും. ഒരാളും ഇതിനകത്ത് കമന്റ് ചെയ്യാൻ പറ്റണ്ട, വെറുതെ ടൈപ്പ് ചെയ്തൊരു സമയം കളയണ്ട. ഇങ്ങനെ ലോകത്ത് നടക്കുന്നേയില്ല. എടുക്കില്ല, ഓട്ടോമാറ്റിക് കടത്തിൽ എത്തിപ്പെടും. നിങ്ങൾ ആര് വേണം ഈ എഴുതി വെച്ച്, ഞാൻ പേര് എഴുതി വെച്ചേക്കാം, എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ട് പറ. ഇത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ബാക്കിയും കൂടി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ മണി മാനിഫെസ്റ്റോ, ദ സീക്രട്ട് ഓഫ് മണി ഇത് തന്നെയാണ്. പണത്തിന്റെ ശാസ്ത്രം അറിയാത്തത് കൊണ്ടാണ്. പണത്തിന് എത്ര പഠിച്ചാലും മാറില്ല, നിങ്ങൾ വീണ്ടും കടം വാങ്ങി, ഉറപ്പാണ്. നിങ്ങൾ വാങ്ങിച്ചില്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടി നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കും. ഓക്കെ, കൃഷ്ണൻ ടേക്ക് ഡിയർ പേര് ഞാൻ എഴുതി വെക്കുന്നു, നമ്മൾ ചലഞ്ച് ചെയ്യാം.
നിങ്ങൾക്ക് എത്ര കടമുണ്ട് ഒരു ഫേസ് ടു ഫേസ് എടുത്ത് നമുക്ക് സംസാരിക്കാം. നിങ്ങളെ കടം വീടാനുള്ള വഴി ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് വീട്ടിക്കോളൂ. എന്നിട്ട് നമുക്ക് ചലഞ്ച് ചെയ്തെടുക്കാം. 1 വർഷത്തിനകത്ത് നിങ്ങൾക്ക് വീണ്ടും കടം വാങ്ങിച്ചില്ലെങ്കിൽ ഞാൻ ഈ പരിപാടി നിർത്തിയിട്ട് പോകും. നിങ്ങൾ മാറിയാൽ ഓക്കെ. ഇപ്പോൾ ഈ പറഞ്ഞ കോൺസെപ്റ്റ് വെച്ച് മാറിയാൽ ഓക്കെ. അത് മാറുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ മാറും, ഒരു വിഷയമില്ല. പിന്നെ സ്രോതസ് നിങ്ങൾക്ക് ഉണ്ടാവണം, ഓട്ടോമാറ്റിക് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇതാക്കാൻ പറ്റും. ഇത് ചലഞ്ചാണ്. കാരണം ഇത്രയും കാര്യം ഡീപ്പായിട്ട് പഠിച്ചു ഒന്നും പഠിക്കില്ല ജീവിതത്തിൽ ഒരു കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞത് പറ്റില്ലെന്നല്ല, പറ്റും. ഈ മെന്റാലിറ്റി ഇപ്പോൾ നിങ്ങളുടെ മെന്റാലിറ്റിയിൽ പറ്റില്ല, പറ്റും. നിങ്ങൾക്കൊണ്ട് സാധ്യമാണ്. മെന്റാലിറ്റി മാറിയാൽ സാധ്യമാണ്. ഇവിടെ സാമ്പത്തികമല്ല വിഷയം വരുന്നത്, മനസ്സ് മാത്രം, മൈൻഡ് മാത്രമാണ്. കടം അല്ലെങ്കിൽ ഓക്കെ ഫൈൻ, നമുക്ക് എടുക്കാം. 2-3 പേര്, അതായത് കൃഷ്ണൻ, ബിബി അല്ലെ, നമുക്ക് എടുത്തു വെച്ചോ. ഈ മെന്റാലിറ്റിയാണ് നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ പറ്റില്ല. ഓക്കെ, 25 ലക്ഷം ഒന്നും ഒരു വലിയ വിഷയമേ അല്ല. ഇതൊക്കെ സുഖമായിട്ട് നമുക്ക് കടന്നു പോകാവുന്ന കാര്യങ്ങളേ. അപ്പോ കടം എന്ന് പറയുന്നത് ഒരു പണത്തിന്റെ മനോഭാവത്തിന്റെ പ്രതിഫലനമാണെന്ന് തിരിച്ചറിയുക. കടം എപ്പോഴും സാമ്പത്തിക പ്രശ്നം മാത്രമല്ല. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നു ഈ വാക്ക്. കടം എന്ന് പറയുന്നത് സാമ്പത്തിക പ്രശ്നമല്ല. മിക്ക ആളുകളും കരുതുന്നത് കടം എന്നത് ഒരു പണമിടപാട് പ്രശ്നമാണ്. അതിനാൽ അതിന് ഉത്തരവാദിത്വം കണ്ടെത്തുന്നതിലൂടെ മാത്രമേ പരിഹാരം ഉണ്ടാകൂ എന്നാണ്. എന്നാൽ സത്യം അതല്ല. കടം ഒരു പക്ഷേ പണമില്ലായ്മ കൊണ്ട് ഉരുത്തിരിഞ്ഞതായിരിക്കാം. എന്നാൽ അതിനെ നിലനിർത്തുന്നത് നമ്മുടെ മനോഭാവം. എഴുതി വെച്ചോളൂ, വാക്കുകൾ എഴുതി വെച്ചോളൂ. അത് നിലനിർത്തുന്നത് നമ്മളുടെ മനോഭാവമാണ് എന്ന്. കടം നിലനിർത്തുന്നത് നമ്മുടെ മനോഭാവമാണെന്ന് ഇന്ന് എഴുതി വെച്ചോളൂ. ബാക്കി കാര്യങ്ങൾ പറഞ്ഞു. വളരെ ഞാൻ പറഞ്ഞ ഈ കോൺസെപ്റ്റ് പഠിക്കുന്നത് അത്ര ഈസി അല്ല, കുറച്ച് ഡെപ്ത് ആയിട്ട് പോയി ചെയ്യേണ്ട പരിപാടിയാണ്. കാരണം നമ്മുടെ മൈൻഡ് സെറ്റ് നമുക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ്. പണം എവിടെ നിന്നും കിട്ടിയാൽ മാത്രം കടം തീരും എന്ന് കരുതുന്നവരാണ് നിങ്ങളെങ്കിൽ, കടം ജീവിതത്തിന്റെ ഭാഗമാണെന്ന് എപ്പോഴും വിചാരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, സാമ്പത്തിക സ്വാതന്ത്ര്യം ഒരു സ്വപ്നം മാത്രമാണെന്ന് വിചാരിക്കുന്ന നിങ്ങളാണെങ്കിൽ, നിങ്ങളുടെ മനോഭാവത്തിൽ പതിഞ്ഞു പോയ കുറേ ദുഷ്ടതയും സ്കേർസിറ്റി മെന്റാലിറ്റിയാണ് ഇതിന് പ്രധാനമായി കാരണം എന്ന് തിരിച്ചറിയാത്തിടത്തോളം കാലം നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതായത് കടം നമ്മൾ വീണ്ടും ആവർത്തന ചക്രത്തിലൂടെ കടന്നു പോവുക തന്നെ ചെയ്യും. പണം അത് ഇങ്ങനെ സിമ്പിളായിട്ട് പറയാം. പണം ഉണ്ടാക്കുന്നവൻ പണം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും, കടം വാങ്ങിക്കുന്നവൻ കടം വാങ്ങിച്ചുകൊണ്ടേയിരിക്കും, ദരിദ്രൻ ദാരിദ്ര്യത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അൺടിൽ അൺലെസ് ഹി നെവർ ചേഞ്ച് ഹിസ് മൈൻഡ് സെറ്റ്. അവന്റെ മൈൻഡ് സെറ്റ് മാറാത്തിടത്തോളം കാലം ഒരു തരത്തിലും അത് മാറുകയില്ല. ഇത് വളരെ കൃത്യമായി നമ്മൾ വരാനിരിക്കുന്നതാണ്. കുറച്ചു മുമ്പ് കുറച്ചു പേര് പഠിച്ചതാണ് ദ സീക്രട്ട് ഓഫ് മണി എന്ന് പറയുന്ന നമ്മുടെ ക്ലാസ്. അതിൽ ഞാൻ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ഇതൊന്ന് ശരിക്കും പ്രാക്ടീസ് ചെയ്തു നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ പകുതി ആൾക്കത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള സത്യമാണ്. കാരണം അത് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അവർ ഓൾറെഡി സ്കേർസിറ്റി മെന്റാലിറ്റിയിൽ നിന്നും അബൻഡൻസ് മെന്റാലിറ്റി ഷിഫ്റ്റ് ചെയ്യണം. അത് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ വേണ്ട പ്രവർത്തനം ചെയ്യാൻ ആൾക്കാർക്ക് മടി കാണിക്കുന്നു എന്നതാണ് ഏറ്റവും ഇത്. ഞാൻ പുതിയ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഇപ്പൊ ബിസിനസ് ക്ലാസ്സുകാർക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം പഠിപ്പിക്കാൻ പോകുന്ന ഒരു സാധനമാണ്. നിങ്ങൾക്ക് ഇത് എപ്പോഴും വായിച്ചിട്ടുണ്ട്. എന്നെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു പുസ്തകമാണ് ദ റൂൾ ഓഫ് വെൽത്ത് എന്ന്. ഇതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു ഉദാഹരണം പോലെ പറഞ്ഞു പോകാം. മോസ്റ്റ് പീപ്പിൾ ആർ ടു ലേസി ടു ബിക്കം വെൽത്തി. മോസ്റ്റ് പീപ്പിൾ ആർ ടു ലേസി ടു ബിക്കം വെൽത്തി. യഥാർത്ഥത്തിൽ ആൾക്കാർ സമ്പന്നരാവാത്തതല്ല പ്രശ്നം, സമ്പന്നരാവാൻ അവർ ലേസിയായി മാറുന്നു എന്നുള്ളതാണ്. അതായത് അതേപോലെ കടം നികത്താൻ ശ്രമിക്കുന്നതിന് പകരം എങ്ങനെ മറ്റൊരു കടം വാങ്ങിച്ച് ഇതിനെ ഓവർകം ചെയ്യാമെന്ന് ചിന്തിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ. പണിയെടുത്ത് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി നികത്തണമെന്ന് എത്ര പേര് ചിന്തിക്കുന്നുണ്ടാവും. കടം ഒരു ജീവിത ശൈലിയാക്കി മാറ്റിയവരാണ് ഏറ്റവും കൂടുതൽ. ഒരു ചെറിയ തോതിലെ ആൾക്കാരും കടം എന്ന് പറയുന്നത് ഒരു ജീവിത ശൈലിയായി മാറി ഒന്നെടുത്ത് മറ്റൊന്നിലേക്ക്, മറ്റൊന്നെടുത്ത് മറ്റൊന്നിലേക്ക്, മറ്റൊന്നെടുത്ത് മറ്റൊന്നിലേക്ക് പോകുന്നവർ മാത്രം. ഒരു ബിസിനസ്സും ഒന്നും കൂടി ഒരു ആൻസറും കൂടി പറഞ്ഞു പോകട്ടെ. ലോൺ എടുത്തിട്ട് തിരിച്ചടക്കാൻ ഒരു വഴിയുമില്ലെങ്കിൽ ലോൺ എടുത്തത് എന്തിനായിരിക്കും? അത് ചിന്തിക്കാതെ ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ വഴിയില്ല എന്ന് പറയരുത്. ലോൺ എടുത്ത് ആ പൈസ എന്താ ചെയ്തിട്ടുണ്ടാവുക? ദുരുപയോഗം ചെയ്തു അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്യപ്പെട്ടു എന്നല്ലേ അർത്ഥം. മിസ്യൂസ് ചെയ്യപ്പെട്ടിട്ട് പിന്നെ പണത്തിനെയാണോ കുറ്റം പറയുന്നത്? നമ്മുടെ കഴിവില്ലായ്മയാണോ കുറ്റം പറയുന്നത്? ഇതിൽ പണത്തിന് യാതൊരു ഇൻവോൾവ്മെന്റ്. നമ്മൾ സ്ഥിരം മനസ്സിലാക്കേണ്ട കാര്യം,
നമുക്ക് ബാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ കുറ്റം പറയുന്ന മുഴുവൻ പണത്തിനെയാണ്. അത് പണത്തിന്റെ വിഷയമല്ല, നമ്മൾ ഉണ്ടാക്കി വെച്ച വിഷയമാണ്. ഇത് രണ്ടും രണ്ടാണെന്ന് മനസ്സിലാക്കുക. ആ പണം അതിനകത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ കുറ്റപ്പെടുത്തുന്നത് പണത്തെയാണ് എപ്പോഴും. ഇതാണ് മാറാൻ വേണ്ടി പറയും. ഇത് മാറാത്തടത്തോളം നെവർ ഗോയിങ് ടു ചേഞ്ച് യുവർ മൈൻഡ്. പണത്തിനല്ല അവിടെ വിഷയമുള്ളത്. ആ പണം നിങ്ങൾക്ക് ലോണായിട്ട് കിട്ടിയ നല്ലൊരു എമൗണ്ട്, നല്ലൊരു കാര്യത്തിനല്ലേ ബാങ്ക് ലോൺ തന്നത്. നമ്മളിത് ഉപയോഗിച്ചത് എന്തിനാണ്? മറ്റെന്തോ ആവശ്യത്തിനാണ്. എന്ത് തന്നെ ആയിക്കോട്ടെ, XYZ എന്തോ ആയിക്കോട്ടെ, റീസൺസ് പലതും കണ്ടെത്തി. ഞാൻ ബിസിനസ് നടത്തി, അതിൽ പരാജയപ്പെട്ടു. എങ്ങനെ ബിസിനസ് നടത്തിയത്? നമ്മൾ ബിസിനസ് അറിയാതെ ചെയ്തത് കൊണ്ടല്ലേ പരാജയപ്പെട്ടു പോയില്ല. അല്ലെങ്കിൽ ഒരാൾക്ക് കടം കൊടുത്തു, അയാൾ തിരിച്ചു തന്നില്ല. എങ്ങനെ? അയാൾക്ക് കൊടുത്തത് കൊണ്ടല്ലേ തിരിച്ചു തരാൻ പറ്റുക. നമ്മൾ കടം കൊടുക്കുമ്പോൾ ആലോചിച്ചോ ഇയാൾക്ക് തിരിച്ചു തരാൻ പറ്റുമോ ഇല്ലയോ എന്ന്? ഇല്ലല്ലോ. ഇങ്ങനെ പോയല്ലേ പെടുന്നത്. അപ്പൊ നമ്മൾ ആ പണത്തിന് അതിൽ തെറ്റില്ലല്ലോ. നമ്മൾ ചെയ്ത പ്രവർത്തിക്കല്ലേ തെറ്റുള്ളൂ. അതിന് പകരം നമ്മൾ അതിനെ ഫില്ല് ചെയ്യുന്ന പ്രവൃത്തി ചെയ്യുന്നതിന് പകരം നമ്മൾ ചെയ്യുന്നത് എന്താ? നമ്മൾ ചെയ്യുന്നത് മുഴുവൻ വേറൊരു പണം വരട്ടെ, എന്നിട്ട് അത് കൊടുത്തു തീർക്കട്ടെ എന്നല്ലേ. അല്ലെങ്കിൽ ഇതിനെങ്ങനെ ഞാൻ ഫില്ല് ചെയ്യും? 25 ലക്ഷം രൂപ ഞാൻ എങ്ങനെ ഉണ്ടാക്കുമെന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ അതിന്റെ വഴികളുണ്ട്. അതിന്റെ വഴികൾ നമ്മൾ ശ്രമിക്കുന്നില്ല എന്നാണ് ഞാൻ പറയാൻ പോകുന്ന കാര്യം. നോക്കൂ, നമുക്ക് ഒരുപാട് ടെക്നിക്കുകളും ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിനു വേണ്ടി ചെയ്യാൻ പറ്റും. പക്ഷെ എന്ത് ചെയ്യണമെങ്കിലും നമ്മുടെ മനസ്സിലാ വിഷയം പറ്റും. ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന എന്താ അറിയോ? 1-2 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോകാം. ഏറ്റവും കൂടുതൽ ഇതിന് സംഭവിക്കുന്ന കാര്യം വെച്ചാൽ, കടം ഒരു മനോഭാവമായി മാറുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കും. ഒന്നാമത്, അതൊരു ജീവിത ശൈലിയായി മാറുന്നപ്പോഴാണ്. എന്തുകൊണ്ട് ജീവിതശൈലി? നമ്മൾ ഉദാഹരണം പറയാം. ഇതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ കയ്യിലുള്ളത്. എത്ര പേര് മനസ്സിലാക്കുന്നുണ്ട്? അല്ലെങ്കിൽ അടുത്തത് ഗൂഗിൾ പേ എടുക്കുക, സാധനം മേടിക്കുക, എത്രയാ? ഇത്ര, ചിക് ചിക് കലാസ്. ഇതിലേക്ക് ഫണ്ട് വരുന്നതിനെ പറ്റി എത്ര പേര് ചിന്തിക്കുന്നു? ഇത് ജീവിത ശൈലിയല്ലേ? ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുക എന്ന് പറയുന്നത്, ക്രെഡിറ്റ് കാർഡ് ഒക്കെ ജീവിത ശൈലി. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. അതിനെ നമ്മൾ ന്യായീകരിക്കുന്നത് ഈ പണം കിട്ടിയാൽ എനിക്കത് ചെയ്യാൻ പറ്റും. കടം എടുക്കുന്നിട്ട് മറ്റൊരു കാര്യം പറയും. എല്ലാവരും കോമൺ ആയിട്ട് പറയുന്നത്, കടം വാങ്ങിക്കുന്നത് സാധാരണയല്ലേ, എല്ലാവരും വാങ്ങിക്കുമല്ലോ, ബാങ്കിൽ പോവും, അവിടെ കിട്ടുമല്ലോ പണം, ഇല്ലേ? ഇങ്ങനെ ചിന്തിക്കുന്നില്ല ആൾക്കാർ. എല്ലാവർക്കും കടമുണ്ടല്ലോ എന്ന് അടുത്തത്. വണ്ടി എടുക്കുന്ന കാര്യം ചിന്തിക്കുമ്പോൾ ആദ്യം ആലോചിക്കുന്നത് എന്താ? വണ്ടി ലോൺ എടുക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇതെല്ലാം നല്ലതാണ്, ഞാൻ അല്ല എന്നല്ല പറഞ്ഞത്. ഇതെല്ലാം നല്ലത് തന്നെ. പക്ഷെ ഇത് അടക്കുന്നതിനെ പറ്റി എവിടെയാ ചിന്തിക്കുന്നുള്ളത്? എല്ലാവരും കടം കൊടുക്കുന്നത്, അതും ഞാനും കടം മേടിക്കുന്നത്. വീട് വെക്കണോ? അത് ലോൺ കിട്ടുമല്ലോ. വണ്ടി മേടിക്കണോ? ലോൺ കിട്ടുമല്ലോ. മക്കളെ കല്യാണം കഴിക്കണോ? ഉണ്ടല്ലോ. മക്കളെ US കാനഡയിൽ പറഞ്ഞു വിടണോ? സ്വിറ്റ്സർലാൻഡിൽ പറഞ്ഞു വിടണോ? ആ വിദ്യാഭ്യാസ ലോൺ കിട്ടുമല്ലോ. എളുപ്പമാണ് പരിപാടി. പക്ഷേ 40-50 ലക്ഷം രൂപ വിദ്യാഭ്യാസ ലോൺ എടുക്കുമ്പോൾ പൈസ കിട്ടി, തിരിച്ചടവിനെ പറ്റി എപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്? അത് ചിന്തിക്കാത്തത് കൊണ്ടല്ലേ നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ പറഞ്ഞു വന്നത്, ആ ചിന്താഗതി ഒന്ന് മാറ്റണമെന്നാ പറഞ്ഞു. ഞാൻ ചെയ്യണ്ട എന്ന് വീണ്ടും പറയുന്നു, ചെയ്യണ്ട എന്നല്ല പറഞ്ഞേ. ഈ മനസ്സിൽ ഇപ്പോൾ പറയുന്ന കടക്കാൻ പറ്റാതിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ചിന്താഗതിയെ ആദ്യമേ ഉണ്ടാക്കിയെടുത്താൽ ഇതിന് മാറ്റം വരും. രണ്ടാമത്തെ കാര്യം, നമ്മുടെ പല വിശ്വാസങ്ങളും രൂപപ്പെടുന്ന ബാല്യകാല ചിന്തകളിൽ നിന്നാണ്. അതായത് കുടുംബത്തിന്റെ സ്വാധീനം, ബാല്യകാല ചിന്തകൾ ഇതിൽ നിന്നുണ്ടാവുന്നു. അത് മനസ്സിലാക്കാത്ത, പണം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല, പണമുള്ളവർക്ക് നന്മയില്ല, അല്ലെങ്കിൽ കാഴ്ചപ്പാടുകളിൽ നമ്മൾ കുടുംബത്തിൽ പറയും, പണം ലഭിച്ചാലും ആകെ നഷ്ടമാണ് എനിക്ക് വരുന്നത്, ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരുപാട് ഭയങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് ഒരു എന്താ പറയാ, അത് ഒരു ഭയമായി മാറുകയും ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും ഇതിനകത്ത് പുറത്തു കടക്കാൻ പറ്റില്ല. നമ്മൾ സാധാരണ പറയുന്ന 1-2 കാര്യങ്ങളുണ്ട്. എൻ്റെ ഒരു നല്ല പണം ഉണ്ടായെങ്കിൽ നല്ല ജീവിതം നടത്താൻ, നല്ല ജീവിതം, ഞാൻ നന്നായി ജീവിക്കുമായിരുന്നു, നല്ല പണമുണ്ടെങ്കിൽ നന്നായി ജീവിക്കുമായിരുന്നു എന്ന് സാധാരണ ആൾക്കാർ പറയുന്ന ഒരു വാക്കാണ്. യഥാർത്ഥത്തിൽ നല്ല ജീവിതം എന്ന് പറയുന്ന ഒരു കാര്യത്തിന് പണമാണോ ഏറ്റവും പ്രാധാന്യം? പണമുണ്ടെങ്കിൽ മാത്രമേ നല്ല ജീവിതം ഉണ്ടാക്കാൻ പറ്റൂ എന്ന് ചിന്തിക്കുന്നുണ്ടോ? അതിലെവിടെയോ ഒരു ഇതില്ലേ? അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ പണം ഉണ്ടായാൽ ആർഭാട ജീവിതം ഉണ്ടാകും എന്നല്ലേ നല്ല ജീവിതത്തെ അർത്ഥമാക്കുന്നത്? എവിടെയോ ഒരു പാളിച്ചയില്ലേ? സാധാരണ പറയുന്നത്, ഞാൻ സന്തോഷവാനാകണമെങ്കിൽ എനിക്ക് പണം വേണം, അല്ലെ എന്ന് പറയുന്നതിൽ എന്റെ സന്തോഷം എവിടെയാണ് ഹുക്ക് ചെയ്തിരിക്കുന്നത്? പൈസയിൽ തന്നെയാണ്. അപ്പൊ പൈസ ഉണ്ടായാൽ എനിക്ക് സന്തോഷം. അപ്പൊ പൈസ എങ്ങനെ ഉണ്ടാവും? പൈസ ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ തിരിച്ചാണ്. ഞാൻ ജേർണി ടു ഹാപ്പിനെസ്സിൽ പഠിപ്പിക്കുന്ന കാര്യം തിരിച്ചാണ്. പണം ഉണ്ടാവണമെങ്കിൽ സന്തോഷം വേണം. ഇവിടെ സാധാരണ നമ്മൾ പറയുന്നത് എന്താ? പണം ഉണ്ടായാൽ ഞാൻ സന്തോഷമാണ്. നടക്കൂല, അങ്ങനെ ഒരു പ്രോസസ്സേ ലോകത്തില്ല. നേരെ തിരിച്ചാണ്, സന്തോഷം ഉണ്ടായാൽ മാത്രമേ പണം ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. ഇത് രണ്ടും രണ്ട് രീതിയിൽ അഭിമുഖീകരിക്കണം. എനിക്ക് പണം കിട്ടില്ല, എന്റെ കുടുംബം മുഴുവൻ ഇങ്ങനെയാണെന്നാണ് സാധാരണ പറയുക. ഞങ്ങൾ പാരമ്പര്യമായി
പാവപ്പെട്ട കുടുംബത്തിൽ നിന്നാണ് സാറേ ഞാൻ. അല്ലെ, ഞാനും നിങ്ങളും ഒക്കെ ഇങ്ങനെയാണ്. നമ്മൾ പറയുന്നത് എളുപ്പത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി പറയുന്ന വാക്കാണ് പാവപ്പെട്ട കുടുംബത്തിനാണ് ഞാൻ. ഈ പാവം എന്ന് ഉദ്ദേശിക്കുന്നത് പണമില്ലായ്മയാണ്, അല്ലാതെ സാധാ പാവപ്പെട്ട നല്ല മനുഷ്യർ. പാവപ്പെട്ട എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ രീതിയിൽ പറയുമല്ലോ, ഒരു സോഫ്റ്റ് ആയ ആൾക്കാര് പാവപ്പെട്ട, അല്ലെങ്കിൽ ആരോടും വലിയ വിഷമത ഇതിനും അടിപിടിക്കും പ്രശ്നം പോവാത്ത സാധാരണക്കാരെ നമ്മൾ പാവപ്പെട്ടവരെന്ന് വിളിക്കാറുണ്ട്. പക്ഷെ ഇവിടെ അതല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ ജനിച്ചു വളർന്നതൊക്കെ പാവപ്പെട്ട കുടുംബത്തിൽ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത് എന്ന് വല്ല അർത്ഥമുണ്ടോ അതിനകത്ത്? കാരണം കുടുംബത്തിൽ ജനിച്ചതിന് അച്ഛനും അമ്മയും അങ്ങനെ ആയതുകൊണ്ട് നമ്മളും അങ്ങനെ ആവണം നിർബന്ധമുണ്ട്? ഇല്ലല്ലോ. അപ്പൊ മാറേണ്ടത് എവിടെയാണ്? നമ്മുടെ മനസ്സിൽ തന്നെയാണ്. നമ്മുടെ മനസ്സിൽ മാറ്റം ഉണ്ടായാലേ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ സ്കാർസിറ്റി മൈൻഡ് സെറ്റിൽ നിന്നും നമ്മൾ മാറുമ്പോൾ മാത്രമേ നമുക്ക് പോലും കടം എന്നത് എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം ഒരു ഭാഗ്യമായിട്ടോ ഒരു ബാധ്യതയായിട്ടോ ഒരു ശിക്ഷയായിട്ടോ ഒന്നും കാണണ്ട. അത് ജീവിതത്തിലെ ഒരു പാഠമായിട്ട് മാത്രം കാണുകയും അത് ഉണ്ടായാൽ, ഇപ്പോ ഒരുപാട് വലിയ വലിയ ബിസിനസ്സുകാരുടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, അവർ ഏത് ബിസിനസ് നടത്തുമ്പോഴും മില്യൺസ് ലോൺ എടുക്കും. ബാങ്കിൽ മില്യൺസ് ലോൺ എടുത്തുകൊണ്ട് ചെയ്യുന്ന എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ എമൗണ്ട് അവിടെ തിരിച്ചടവുണ്ട് എന്ന ബോധ്യമുണ്ടായി കഴിഞ്ഞാൽ അവരുടെ വർക്കിന് പ്രഷർ കൂടും. അവരതിന് വേണ്ടി കൂടുതൽ വർക്ക് ചെയ്യും, കൂടുതൽ നേരം വർക്ക് ചെയ്യും. ഇതാണ് ശരിയായ ആൾക്കാർ ചെയ്യുന്നത്. അതായത് നമ്മൾക്ക് ഒരാൾക്ക് ഒരു ബാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ അത് തീർക്കാനായിട്ട് നമ്മൾ അഹോരാത്രം പണിയെടുക്കും. പക്ഷെ ഇവിടുത്തെ മെന്റാലിറ്റി എന്താണ്? പണിയൊന്നും എടുക്കില്ല, എങ്ങനെയും കൊടുത്തു തീർക്കണം എന്നുള്ള മെന്റാലിറ്റിയാണ്. ഇവിടെയാണ് വ്യത്യാസം വരുന്നത്. അത് ശിക്ഷയായി കാണുന്നതിന് പകരം അതൊരു പാഠമായി കാണുമ്പോൾ കടം ഒന്നിനോട് നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കും. ഞാൻ ഇതുവരെ കൈകാര്യം ചെയ്തതെല്ലാം തെറ്റായി പോയി എന്നുള്ള കൃത്യമായ തീരുമാനമുണ്ടാകുമ്പോൾ ശരികൾ ചെയ്യാൻ തുടങ്ങും. ആ ശരികളിലൂടെ മാത്രമാണ് നമുക്ക് മാറ്റാൻ പറ്റുക. കടമുണ്ടെങ്കിൽ അതിന് ഭയക്കുകയല്ല വേണ്ടത്, മറിച്ച് അതിന് പരിഹാരമുണ്ടെന്ന് മനസ്സിലാക്കുക. പരിഹാരമില്ലാത്ത ഒരു വിഷയങ്ങളും ഇന്നേ വരെ ലോകത്തില്ല. അതുകൊണ്ട് പണം ഉണ്ടെങ്കിൽ, കടമുണ്ടെങ്കിൽ അതിന് പരിഹാരമുണ്ട് എന്നറിയുക. കാരണം അത്യാവശ്യത്തിനാണ് അത് എടുത്തത്. അതിന് പ്രത്യുപകാരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത് എന്താണ് ചെയ്യേണ്ടേ എന്നതാണ് ആലോചിക്കേണ്ടത്. എന്റെ ജീവിതത്തിൽ സമൃദ്ധി കൊണ്ടുവരാനുള്ള അവസരങ്ങൾ അന്വേഷിച്ചു നോക്കൂ. നമ്മൾ അന്വേഷിക്കുന്നത് കടം 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 മാത്രമാണ്. അവസരങ്ങൾ അന്വേഷിക്കുന്നേയില്ല. അവസരങ്ങൾ അന്വേഷിക്കുക, എങ്ങനെ എന്റെ വരുമാനം വർദ്ധിപ്പിക്കാമെന്ന് ആലോചിക്കുക. കടമില്ലാത്തൊരു മനോഭാവം വളർത്തുക. ഞാൻ സമൃദ്ധിയുള്ളവനാണെന്ന് അതിലേക്കുള്ള മനോഭാവം ഉണ്ടാക്കിയെടുക്കുക. എന്റെ വരുമാനം ദിവസേന വർദ്ധിപ്പിക്കുന്നു എന്നുള്ള തീരുമാനമെടുക്കുക. ഞാനൊരു ധനസമൃദ്ധിയിലേക്കുള്ള വ്യക്തിയാണെന്ന് സ്വയം ചാപ്പപ്പെടുത്തുക. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഇവിടെയാണ് മൈൻഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. മൈൻഡ് ഷിഫ്റ്റ് നടത്തിയാൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ എന്ന്. ഇത് ഞാൻ വളരെ പറഞ്ഞു വരുന്നത് എത്രയാണ്, ഞാൻ ഇതിനു വേണ്ടി കുറെ ഒരുപാട് മെത്തേഡുകൾ ഇതിനു വേണ്ടി നമുക്ക് ഇന്ന് ഉപയോഗിക്കാൻ പറ്റും. ഒരുപാട് മെത്തേഡ്, അതായത് ഈ പറഞ്ഞ നമ്മുടെ മാനസികമായ മാറ്റം ഉണ്ടാക്കാനായിട്ട്, മാനസികമായ മാറ്റം ഉണ്ടാക്കിയാൽ മാത്രമേ ഇത് സാധ്യമാകുകയുള്ളൂ എന്നുള്ളതാണ്. മാനസിക മാറ്റം ഉണ്ടാക്കിയാൽ മാത്രമേ സാധ്യം. അതിനുവേണ്ടി നമ്മുടെ മനസ്സിന്റെ അവസ്ഥയെ തിരിച്ചറിയണം. എവിടെയാണ് നമുക്ക് ബ്ലോക്കേജുകൾ എന്നറിയണം. എന്തിലാണ് എന്നെ പിടിച്ചു നിർത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാവും. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിന് പുറത്തു കടക്കാൻ പറ്റും. അതുകൊണ്ട് ഒന്നുകൂടി പറയുന്നു, ദ മണി സീക്രട്ട് എന്ന് പറയുന്ന നമ്മുടെ ചെറിയൊരു കോഴ്സ് ഉണ്ട്. മണി സീക്രട്ട് എന്ന് പറയുന്ന, അതായത് ആപ്പിലുള്ള കോഴ്സാണ്. കംപ്ലീറ്റ് ആയിട്ട് വീഡിയോസ് ചെയ്ത് ആപ്പിലൂടെ തരുന്ന കോഴ്സാണ്. അത് പഠിച്ച് അതിലൊരു ടെസ്റ്റ് ഉണ്ട്, CBT ടെസ്റ്റ് എന്ന് പറഞ്ഞ്. നിങ്ങൾ ഏത് മൈൻഡ് സെറ്റ് ആണെന്ന് ആദ്യം ആ CBT ടെസ്റ്റ് ചെയ്യും. ആ CBT ടെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കും. 4 തരം മൈൻഡ് സെറ്റുകളാണ് ഉള്ളത്. അത് കണ്ടെത്തിയതിന് ശേഷം നിങ്ങൾ അതിനു വേണ്ടി അതിൽ മാറ്റാനുള്ള ഓരോ സ്റ്റെപ്പ് കാര്യങ്ങൾ പഠിപ്പിക്കും. അതിൽ അഫർമേഷൻസ് ഉണ്ട്, ഗ്രാറ്റിറ്റ്യൂഡുകൾ ഉണ്ട്, ഫൊർഗീവ്നെസ് ഉണ്ട്. ഇതൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ അതിനെ പുറത്തു കടക്കാനുള്ള കാര്യങ്ങൾ പഠിച്ചാൽ, പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് കൃത്യമായി സാധിക്കും. പക്ഷേ വീണ്ടും പറയുന്നു, പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കും. 100% പറ്റും. പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ എന്താ വേണ്ടത്? പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സാധനം എന്താണെന്ന് ടൈപ്പ് ചെയ്യാവോ? പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടവരെന്ന് കൃഷ്ണൻ എന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയേ. പ്രാക്ടീസ് ചെയ്യാൻ എന്താ വേണ്ടത്? പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് വേണ്ടത് നമ്മുടെ മനസ്സാണ്. അതിനെ പൂർണ്ണമായി അർപ്പിച്ച മനസ്സുണ്ടെങ്കിൽ, അതിനുള്ള മനസ്സുണ്ടായി കഴിഞ്ഞാൽ 100% ആരെ കൊണ്ടും പറ്റും. എനിക്കും പറ്റും, നിങ്ങൾക്കും പറ്റും, എല്ലാം പറ്റും. ഞാൻ ഇന്നത്തെ ബിസിനസ് ക്ലാസ്സിൽ എന്റെ കഥ പറയുന്നുണ്ട്.
എൻ്റെ ഒറിജിനൽ ബിസിനസ്സിൽ ഞാൻ ചെയ്ത എൻ്റെ ആദ്യകാലത്തെ ജോലി ചെയ്യുന്ന സമയത്തുള്ള മനസ്സും അതിൽ നിന്ന് ബിസിനസ്സിലേക്ക് വന്ന എൻ്റെ മനസ്സും ഞാൻ ഇന്ന് ബിസിനസ് ക്ലാസ്സിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണ് ഞാൻ ബിസിനസ് ചെയ്യുന്നത്, ആ ബിസിനസ് ചെയ്യുമ്പോൾ എൻ്റെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ് പണവുമായി അറ്റാച്ച് ചെയ്തതെന്ന് മനസ്സിൽ പറയുന്നത്. അത് അവരോട് മാത്രം പറയുന്ന കാര്യം, ബിസിനസ് ആയതുകൊണ്ട് മാത്രം പറയും. മനോഭാവം നമ്മൾ മാറ്റണമെങ്കിൽ ആദ്യം നമ്മൾ അതിനുവേണ്ടി മനസ്സ് തയ്യാറാണ്. മനസ്സ് തയ്യാറായുള്ളവർക്ക് ഞാനത് പൂർണ്ണമായിട്ടും കോഴ്സ് രൂപത്തിൽ പഠിപ്പിച്ചു തരുന്നുണ്ട്. കാരണം ഇത് വളരെ ഡീപ്പായിട്ട് നിങ്ങൾ പഠിക്കേണ്ട മൈൻഡിന്റെ വിഷയമാണ്. മറ്റേ ഹാപ്പിനെസ്സിനെ പറ്റി നമ്മൾ പഠിക്കുന്നവര് കൃത്യമായി ഇത് പറയുന്നുണ്ട്. വളരെ ചെറിയ പൈസക്കാണ്, അതും ഞാൻ പറഞ്ഞു. കാരണം ഞാനിത് പഠിപ്പിക്കുന്ന ആരെയാണ്? കടമുള്ളവർക്കാണ്, അല്ലെങ്കിൽ പൈസ ഇല്ലാത്തവർക്കാണ്. അതുകൊണ്ട് ഞാൻ ആ കോഴ്സിന് വലിയ പൈസ മേടിക്കാനും പറ്റില്ല. വളരെ ചെറിയ തുകയിൽ ഞാൻ ആ കോഴ്സ് മുഴുവനായി പഠിക്കുന്നത് 10 ദിവസത്തെ ക്ലാസ് ആണ്. അത് വാട്സപ്പിൽ ചെയ്യുന്ന ക്ലാസ് ആണ്. ദ സീക്രട്ട് ഓഫ് മണി ഇതിന്റെ മറ്റൊരു രൂപമാണ്. ഫുൾ ക്ലാസ് ആണ്. ഈ കോൺസെപ്റ്റ് അല്ല, മറ്റൊരു രീതിയിലാണ് തൃശ്ശൂർ പ്രോഗ്രാം വരുന്നത്. ഇത് ടോട്ടലി ക്ലാസ് തന്നെയാണ് വരുന്നത്. പിന്നെ ബിസിനസ് ക്ലാസ്സുകാർക്ക് റൂൾ ഓഫ് വെൽത്ത് എന്ന് പറഞ്ഞ വേറെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് 4-ാം തീയതി, അത് ഒരു ബുക്ക് രൂപത്തിൽ തന്നെ വരാൻ പോകുന്ന കാര്യമാണ്. ബിസിനസ് പീപ്പിളിന് മാത്രം ഉള്ളതാണ്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഈ മാസം 25-ാം തീയതിയാണ് തുടങ്ങുന്നത്. 10 ദിവസത്തെ ക്ലാസ് ആണ്. 25-ാം തീയതി 5-ാം തീയതി വരെ 6-ാം തീയതിയാണ് നമ്മുടെ തൃശ്ശൂർ പ്രോഗ്രാം. ഇപ്പൊ 10 ദിവസം കണ്ടിന്യൂസ് തീരുന്ന ക്ലാസ് ആണ്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്തുകൊള്ളുക. അത് നിങ്ങൾക്ക് വാട്സപ്പിലും കൃത്യമായി കിട്ടും. നിങ്ങൾ വളരെ വളരെ ചെറിയ 10-15 മിനിറ്റ്. പിന്നെ നിങ്ങൾക്ക് കുറെ എക്സസൈസുകൾ ചെയ്യാനുണ്ട്. കുറച്ച് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ പൂർണ്ണമായും നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ അവിടെ മാറ്റാൻ പറ്റും. നിങ്ങൾക്ക് മറ്റൊരു പോകാൻ പറ്റും. താല്പര്യമുള്ളൂ ചെയ്ത് വളരെ ചെറിയൊരു എമൗണ്ട് മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ. എത്ര എമൗണ്ടിന് വേണം നിങ്ങൾക്ക് ആ കോഴ്സ് ഒന്ന് ഇവിടെ തന്നെ പറഞ്ഞു നോക്കിയേ. ഞാൻ ആ കോഴ്സ് റെഡി ആയിട്ട് നിർത്തി. എത്ര എമൗണ്ടിന് നിങ്ങൾക്ക് ആ കോഴ്സ് വേണം? ആ താല്പര്യമുള്ളത് ടൈപ്പ് ചെയ്ത് ഞാൻ ഇതുവരെ അറിയാലോ, ഞാൻ ഇവിടെ ഡയറക്റ്റ് കോഴ്സ് ചെയ്യാം. പക്ഷെ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി ദയവ് ചെയ്ത് കടം വാങ്ങിക്കരുത്. ഒന്ന് റിക്വസ്റ്റ് ചെയ്യണം. കടമില്ലാതെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. അയ്യോ 111 രൂപയൊന്നും ആകരുത്. എനിക്ക് 10 ദിവസം കോഴ്സ് റെക്കോർഡ് ചെയ്യാൻ തന്നെ അതിന് കടം വേണം. അങ്ങനെ ചെയ്യരുത്, അത് ശരിയല്ലല്ലോ. ഞാൻ ഇത്രയും ആൾക്കാർക്ക് അയച്ചു തരണ്ട്. ഇതൊന്നുമല്ല, അതൊന്നും പറ്റൂല. 3 സംഖ്യയിൽ പറ്റുകയില്ല. യെസ് 4 സംഖ്യ വേണം. അത്രയും പണിയുണ്ട്. ഇത് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് റെഡിയാക്കി പ്രിപ്പയർ ചെയ്തിട്ട് അയക്കണ്ടേ? ഓക്കെ, എല്ലാത്തിനും തുടക്കമാണ് 11 എന്ന് പറയുന്നത് അല്ലെ. 1014 11 ചേരുമ്പോൾ നമ്മൾ എല്ലാം ശുഭസൂചകം എന്നാണ് പറയുന്നത്. തുടക്കം. ഞാൻ ഈ പറയുന്നത് നിങ്ങളെ മൈൻഡ് സെറ്റ് മാറ്റുന്ന തുടക്കമാണത്. തുടക്കമായിരിക്കണം നിങ്ങൾക്കത്. ഓരോ ദിവസവും നിത്യാഭ്യാസത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ചർച്ച ചെയ്ത എമൗണ്ടുകളാണ് തന്നെയാ പറയുന്നു. അതിൽ റിസൾട്ട് എടുത്തവർ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇനിയും റിസൾട്ട് എടുക്കുക. നിങ്ങൾക്ക് വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. വെറും 10 ദിവസം കൊണ്ട് മൈൻഡ് സെറ്റ് മാറ്റാൻ നിങ്ങൾ തയ്യാറാവുക. 1011 രൂപ മാത്രമേ ഞാനിത് വാങ്ങിക്കുന്നുള്ളൂ. എനിക്ക് തോന്നുന്നത് ഈ ഇത്രയും വലിയ ക്ലാസ് ഇത്രയും ചെറിയ പൈസക്ക് തരാൻ പറ്റില്ല. 10,000 രൂപ മിനിമം ചാർജ് ചെയ്യും. പക്ഷെ ഓൾറെഡി കടബാധ്യതയിൽ നിൽക്കുന്ന, സാമ്പത്തിക ബാധ്യതയിൽ നിൽക്കുന്ന ഒരാളോട് 10,000 എങ്ങനെ വാങ്ങിക്കാം? അതിനകത്ത് ഒരു കോൺസെപ്റ്റ് ഇല്ലല്ലോ നമുക്ക്. അത് ഞാൻ ചെയ്യുന്നത് ശരിയല്ല. കാരണം നിങ്ങൾക്ക് നിങ്ങൾക്കല്ല, ഞാനിത് കൊടുക്കുന്ന ആർക്കാണ്? ഇല്ലാത്തവനാണ്. പക്ഷെ എന്തെങ്കിലും ഞാൻ വാങ്ങിക്കാതെ നിങ്ങൾക്ക് നൽകിയാലോ? അത് ശരിയാവില്ല. അത് കർമ്മത്തിന് എതിരായിരിക്കും. കർമ്മ സിസ്റ്റത്തിന് എതിരായിരിക്കും എന്നതുകൊണ്ട് 1111 രൂപ 4111 ഇപ്പൊ തന്നെ നിങ്ങൾ വേണ്ടവർ ജോയിൻ ചെയ്തോളൂ. ഞാൻ കോഴ്സ് ടൈമൊന്നുമില്ല, വാട്സപ്പാണ്. രാവിലെ എല്ലാ ദിവസവും വാട്സപ്പിൽ നിങ്ങൾക്ക് ക്ലാസ് വരും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് കേൾക്കുക. പക്ഷെ ഞാൻ പ്രാക്ടീസ് ചോദിക്കും. എന്ത് മനസ്സിലായില്ലെന്ന് ചോദിക്കും. അത് നിങ്ങൾ പറയണം. വെറുതെ ദയവ് ചെയ്ത ഒരു റിക്വസ്റ്റും കൂടെയുണ്ട്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമെങ്കിൽ മാത്രം എൻ്റെ കോഴ്സിന് വരാവൂ. വെറുതെ പേയ്മെന്റ് തരാനായിട്ട് വരരുത്. കാരണം എനിക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം നിങ്ങൾക്ക് റിസൾട്ട് എടുക്കുന്ന കാണുമ്പോൾ മാത്രമേ എനിക്ക് സന്തോഷം. കാരണം നിങ്ങൾക്കറിയാം 10 ദിവസത്തെ ഒരു കോഴ്സ് പ്രിപ്പയർ ചെയ്യണം. വെറുതെ എന്തെങ്കിലും പോയി പറയാൻ പറ്റില്ല. മിനിമം എനിക്ക് 1 മാസം 1.5 മാസം എടുക്കും ഞാനത് പ്രിപ്പയർ ചെയ്തത്. അത്രയും ഡീറ്റെയിൽസ് ആയിട്ട് എഴുതി തയ്യാറാക്കി സ്ക്രിപ്റ്റ് ഉണ്ടാക്കി വീഡിയോ റെക്കോർഡ് ചെയ്ത് അല്ലെങ്കിൽ ഓഡിയോ റെക്കോർഡ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ, നമ്മൾ അതിനു വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്ത് ടെസ്റ്റ് പ്രിപ്പയർ ചെയ്ത് സൈക്കോളജിക്കൽ ടെസ്റ്റ് പ്രിപ്പയർ ചെയ്ത് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ന്യൂറോ സയൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിന്റെ ബാക്കി കാര്യം, അങ്ങനെ ഒരുപാട് പണികളുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് സത്യം പറയാം, ഇന്ന് രാവിലെ 3:30 മണിക്ക് ഇരുന്നതാണ് ഇവിടെ. 3:30 മണിക്ക് ഓഫീസിൽ പോയിട്ടില്ല. 3:30 മണിക്ക് ഇരുന്നതാണ്. ഞാൻ എഴുന്നേറ്റത് 2:20 ഉച്ചയ്ക്ക്. എനിക്ക് ഭക്ഷണം പോലും വൈഫ് ഇവിടെ വന്നിട്ട് എന്റെ വായിലിട്ട് തരികയാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ ഇരുന്ന ദോശ വായിലിട്ട് തരികയാണ്. ഞാൻ
എന്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2:30 മണിക്ക് എഴുന്നേറ്റ് ഞാൻ പോയി കിടന്നുറങ്ങി. പിന്നെ 3:15 എഴുന്നേറ്റ് ഞാൻ ഭക്ഷണം കഴിച്ചു. വീണ്ടും ഞാൻ ഇവിടെ ഇരിക്കുന്നു. നിങ്ങൾ ഇപ്പൊ സംസാരിക്കുന്ന കാര്യം വീണ്ടും ഞാൻ ഒന്നുകൂടി പ്രിപ്പയർ ചെയ്തിട്ട് വീണ്ടും ഷീലാമ്മ ദയവ് ചെയ്ത് കോഴ്സ് ജോയിൻ ചെയ്യരുത്. കാരണം ഓൾറെഡി നിങ്ങൾ കടത്തിലുള്ള അവസ്ഥയിലാണ്. ഞാൻ 1111 രൂപ കോഴ്സ് പറഞ്ഞു. പിന്നെ കുറച്ചുകൂടി ഡിസ്കൗണ്ട് ചോദിക്കരുത്. ഡിസ്കൗണ്ട് ഇല്ല ഇവിടെ. എമൗണ്ട് ഇന്നേ വരെ നമുക്ക് അങ്ങനെ ഒരു പരിപാടി ഇല്ല, അങ്ങനെ ചാനൽ ആവശ്യം ഉണ്ടായിട്ടില്ല. ഞാൻ എനിക്കത് കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ടാണ് കൃത്യമായി പറയുന്നത്. ഇതൊക്കെ ആർക്കും പോസിബിൾ ആണ്. മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം മാറേണ്ടത് നിങ്ങളുടെ ഈ മൈൻഡ് സെറ്റ് തന്നെയാണ് മാറേണ്ടത്. അത് മാറുമ്പോഴാണ് സംഭവിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അത്രയും ഡീപ്പായിട്ട് പഠിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസിന്റെ അവസാനം ഇന്ന് തരാൻ പോകുന്ന ഒരു ഗിഫ്റ്റും കൂടിയുണ്ട്. ഈ ക്ലാസിന്റെ അവസാനം നിങ്ങൾക്ക് പറയാൻ പോകുന്ന ഒരു അഫ്രിമേഷൻസ് ഉണ്ട്. ആ അഫ്രിമേഷൻസ് കൂടി പഠിച്ചു പോവുക. നിങ്ങൾ ഇന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന അഫ്രിമേഷൻ ആണ് നിങ്ങൾക്ക് ഇതിനകത്ത് പുറത്ത് കടക്കാനായിട്ട്. ആ അഫ്രിമേഷൻസ് കൂടി നിങ്ങൾ പറഞ്ഞിട്ട് വേണം ക്ലാസ് പോകാനായിട്ട്. അത് ഞാൻ പറഞ്ഞ അടുത്ത മൈൻഡ് സെറ്റ് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുന്നവർ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്തോളുക. നിങ്ങൾക്ക് മാറ്റത്തിന് തയ്യാറാണെങ്കിൽ. പിന്നെ അടുത്തൊരു കാര്യം കൂടി പറയണം, വേറൊരു കാര്യം കൂടി പറയാണ്ട്. ഇതിന്റെ മറ്റൊരു കാര്യം, ഇത് ഒന്ന് നമ്മൾ പറഞ്ഞത് നമ്മൾ കോഴ്സിനെയാണ് വിഷ്വലൈസേഷൻ, അതിന് ഉപയോഗിക്കുന്ന മെത്തേഡ് നമ്മൾ വിഷ്വലൈസേഷനും അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡും കുറെ മെത്തേഡ്സുകളും കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുക, എന്നിട്ട് വിഷ്വലൈസ് ചെയ്യാം. അങ്ങനെയാണ് അതിന്റെ പ്രാക്ടീസ് പോകുന്നത്. പിന്നെ മറ്റൊരു മാർഗമുണ്ട്, വളരെ എഫക്റ്റീവായിട്ട് വളരെ സിസ്റ്റമാറ്റിക്കായി ഇന്ന് ലോകത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. ഇതിന് പറയുന്ന പേര് വെൽത്ത് അട്രാക്ഷൻ സൗണ്ട് തെറാപ്പി എന്നാണ്. വെൽത്ത് അട്രാക്ഷൻ സൗണ്ട് തെറാപ്പി. സൗണ്ടിലൂടെ, ശബ്ദ ഫ്രീക്വൻസിയിലൂടെ നമ്മുടെ സ്കേർസിറ്റി മൈൻഡ് സെറ്റ്, അല്ലെങ്കിൽ നമ്മുടെ ദാരിദ്ര്യ മനസ്സിനെ ഷിഫ്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇത്. ഇത് കുറച്ച് പണി പിടിച്ച കാര്യമാണ്. അതിന്റെ റെക്കോർഡിംഗ് ഒക്കെ ഭയങ്കര കുറച്ച് മ്യൂസിക്, അതിനു വേണ്ടി പ്രത്യേക മ്യൂസിക്കാണ് ഉള്ളത്. അതായത് വെൽത്ത് ഫ്രീക്വൻസി എന്ന് പറയുന്ന ഫ്രീക്വൻസി ഉപയോഗിച്ചുകൊണ്ട് ദിവസവും രാത്രി ഉറങ്ങുമ്പോൾ നിങ്ങൾ ചെവിയിലിട്ട് കേൾക്കേണ്ട ഒരു മ്യൂസിക്കാണത്. ആ മ്യൂസിക് നിങ്ങൾ ദിവസവും ഉപയോഗിച്ച് കഴിയുമ്പോൾ ചെയ്യേണ്ട എത്രയാണ്, അത് നമ്മൾ ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മ്യൂസിക്കാണ്. ആ മ്യൂസിക് വേണ്ടവർ സ്പെഷ്യൽ ആയിട്ട് എന്നോട് റിക്വസ്റ്റ് ചെയ്താൽ ചെറിയൊരു എമൗണ്ടിൽ അത് ഞാൻ ആപ്പിലൂടെ എനേബിൾ ചെയ്തു തരും. കാരണം ആപ്പിൽ നമുക്കറിയാം പുതിയ GST ഒക്കെ വന്നപ്പോൾ ആപ്പിൽ നമുക്ക് എല്ലാ കോഴ്സും ഫ്രീ ആയിട്ട് ഒരു കോഴ്സും ആപ്പിൽ എനേബിൾ ചെയ്യാൻ പറ്റില്ല. അതിന്റെ എമൗണ്ട് അത് GST ക്ലെയിം ചെയ്യേണ്ടതാണ്. അത്രയും ക്ലെയിം ചെയ്തുകൊണ്ടുള്ള ഒരു എമൗണ്ട് അതിന് വാങ്ങിച്ച് ആ പണത്തിന്റെ എനർജിയെ നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ്. കാരണം ആ മ്യൂസിക് ഒക്കെ ഞാൻ പർച്ചേസ് ചെയ്ത് ചെയ്യേണ്ട മ്യൂസിക്കാണ്. നമുക്കത് പബ്ലിക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. ഇത് ഓരോ ദിവസവും രാത്രി ഉറങ്ങുമ്പോൾ 1 മണിക്കൂർ നേരം നിങ്ങൾ ചെയ്യണം. വെൽത്ത് അട്രാക്ഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്ന സാധനം, അതിന് ഞാൻ റെക്കോർഡ് ചെയ്ത് എന്റെ രൂപത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ മലയാളത്തിൽ പാകപ്പെടുത്തി വിളിച്ചോ. കിട്ടിയോ? സംസാരിച്ചോ? എന്നോട് പറഞ്ഞില്ല? ഒന്നും പറയാനില്ലല്ലോ? എന്നോടൊന്നും പറയാനില്ലല്ലോ? അപ്പൊ അത് വേറൊരു ഇതാണ് വെൽത്ത് അട്രാക്ഷൻ ഫ്രീക്വൻസി. വേണ്ടവർ നമ്മൾ മെഡിറ്റേഷനോ മറ്റു കാര്യത്തിന്റെ ഭാഗമായി ചെയ്യുന്ന കാര്യമാണ്. അത് വേണ്ടവർ പ്രത്യേകം ചോദിച്ചാൽ മാത്രമേ അതുകൊണ്ട് ഞാൻ പബ്ലിക്കായിട്ട് അതിനെപ്പറ്റി പറയുന്നില്ല. ഇതൊരു സ്പെഷ്യൽ കുറച്ചൊരു എന്താ പറയാ മറ്റൊരു രൂപത്തിലുള്ള സാധനമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റാൻ പറ്റും. ഡേ നൈറ്റ് കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റുമെന്നുള്ളതാണ്. ക്ലാസ് വേണ്ടവർ ജോയിൻ ചെയ്തോളാം. ഇനി ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിന് ഒരു മെത്തേഡും കൂടി പറയാം. എന്താണ്? കുറച്ച് അഫ്രിമേഷൻസ് പറയാം. അഫ്രിമേഷനിൽ ഒരു മെത്തേഡ് ഇപ്പൊ പറയാം. നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് ഇതൊന്ന് ഉപയോഗിച്ചോളൂ. എഴുതാൻ തയ്യാറായിക്കോളൂ. മനസ്സിലാക്കുക. ഒരു 10 മിനിറ്റ് നേരം മാത്രം എടുത്ത് ദിവസവും, ഇത് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരികയാണ്. 10 മിനിറ്റ് ദിവസവും നിങ്ങൾ ഇതിനോടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യേണ്ട ഒരു പ്രത്യേകതയാണ്. ഇതിന് പറയുന്ന പകരം ഡെപ്റ്റ് റിലീസ് റിച്വൽസ് എന്നുള്ളതാണ് പറയുന്നത്. ഡെപ്റ്റ് റിലീസ് റിച്വൽസ് ഒരു സാധനാ കർമ്മമാണ്. എല്ലാ ദിവസവും ചെയ്യണം. എത്ര ദിവസം ചെയ്യുന്ന ചോദ്യമേ വേണ്ട, എല്ലാ ദിവസവും ചെയ്യണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്യാൻ എല്ലാ ദിവസവും നിത്യ അഭ്യാസമായി ചെയ്യുക. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, എല്ലാ ദിവസവും വീട്ടിൽ വിളക്കൊക്കെ വെക്കുന്നവർ എത്ര പേരുണ്ടെന്ന് ചോദിച്ചപ്പോൾ 3, 4, 5 എന്ന് പറയും. മക്കളെ കൊണ്ട് വിളക്ക് വെക്കുന്നവർ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ അതിന് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതിൽ മാറി ഇത് ഒരു നിത്യ അഭ്യാസമായി. കാരണം കടത്തിൽ നിന്ന് പുറത്തിറക്കണ്ടേ, ബാധ്യതയിൽ നിന്ന് പുറത്ത് കിടക്കണ്ടേ? അതിന് തയ്യാറല്ലേ നിങ്ങൾ? തയ്യാറാണെങ്കിൽ ഞാനിത് പറഞ്ഞു തരാം. ഇത്രയേ ഉള്ളൂ നമ്മൾ ചെയ്യേണ്ടത്. ഒന്നാമതായി ഒരു 10 മിനിറ്റ് നേരം നിങ്ങളൊരു പുസ്തകം എടുക്കുക, ഒരു പെന്നും പുസ്തകം എടുക്കുക. അതിനുശേഷം ആദ്യം നിങ്ങൾ പണത്തോടുള്ള നിങ്ങളുടെ എന്ത് തടസ്സമാണ് നിങ്ങൾ അനുഭവിക്കുന്നതെന്ന് എഴുതുക.
അതേ പണവുമായി നിങ്ങൾ അനുഭവിക്കുന്ന യഥാർത്ഥ തടസ്സം എന്താണ്, അത് നിങ്ങൾ എഴുതി വെക്കുക. പണമില്ല എന്നല്ല തടസ്സം. പണത്തെ പറ്റി നിങ്ങളിലേക്ക് വരാതിരിക്കുന്നു, നിങ്ങൾക്ക് ലഭിക്കാവുന്ന യഥാർത്ഥ തടസ്സം എന്താണ്, അത് നിങ്ങൾ റിയലൈസ് ചെയ്തെടുത്തേ പറ്റുള്ളൂ. അത് റിയലൈസ് ചെയ്തെടുക്കാത്തിടത്തോളം കാലം നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ പറ്റില്ല. നോട്ട് ബുക്കും പേനയും എടുത്തോളൂ. നോട്ട് ബുക്കും പേനയും എടുത്തിട്ട് നിങ്ങൾ ഇപ്പൊ എഴുതുന്നില്ല, നിങ്ങൾ രാത്രി എഴുതിയാൽ മതി. നിങ്ങൾ യഥാർത്ഥത്തിൽ പണം നിങ്ങൾക്ക് വരാതിരിക്കുന്നത് കൊണ്ടല്ലേ നിങ്ങൾക്ക് അടക്കാൻ പറ്റാത്തത്, അല്ലാതെ അടക്കാനുള്ളത് കൊണ്ടാണോ പണം വരാത്തത്? EMI എന്ന് പറഞ്ഞുകൊണ്ട് പറയാണ്. എന്ത് മൈൻഡ് സെറ്റാ ഇത് പറയണേ? പണം വരാത്തതാണോ വിഷയം, പണം ഇല്ലാത്തതാണോ, അടക്കാനുള്ളതാണോ വിഷയം? EMI വരുന്നത് ഓക്കെ, സോറി. നിങ്ങൾ യഥാർത്ഥ മാനസികാവസ്ഥ, എന്തുകൊണ്ട് മാനസികമായി പണത്തിന്റെ തടസ്സം ഉണ്ടാവുന്നു, അത് നിങ്ങൾ എഴുതി വെക്കുക തന്നെ വേണം. അതെനിക്ക് ഉദാഹരണം ഒന്നും പറയാൻ പറ്റില്ല, ഓരോ ആൾക്കും വ്യത്യസ്തമായിരിക്കും. ഇത് നിങ്ങൾ കണ്ടെത്തിയേ പറ്റും, നിങ്ങൾ ഇതിന് കണ്ടപ്പോൾ. ഇനി രണ്ടാമത്തെ കാര്യം, അത് എഴുതിയ ശേഷം പണം വരാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് നിങ്ങൾക്കുള്ളത്, നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ എന്തൊക്കെ സാധ്യതകളുണ്ട് എന്ന് എഴുതുക. എന്താണ് പണം എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ള, അത് എവിടെയാണ് തടസ്സം വരുന്നതെന്ന് എഴുതുക. ഇനി ധനം സമ്പാദിക്കാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് എഴുതുക. ഇത് ആദ്യം എഴുതുക. ഇനി അതിനുശേഷം ശരിക്കും ഇത് എഴുതിയതിനു ശേഷം ഞാൻ പറയുന്ന അഫർമേഷൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. കണ്ണടച്ച് ഇരുന്നതിന് ശേഷം എഴുതിക്കോളൂ, എന്റെ കടങ്ങൾ എന്നെ നിർവീര്യമാക്കുന്നില്ല. എഴുതിക്കോളൂ അഫർമേഷൻ, എന്റെ കടങ്ങൾ എന്നെ നിർവീര്യമാക്കുന്നില്ല, അതിനെ തീർക്കാനുള്ള എല്ലാ വഴികളും ഞാൻ കണ്ടെത്തുന്നു. എന്റെ കടങ്ങൾ എന്നെ നിർവീര്യമാക്കുന്നില്ല. ഇംഗ്ലീഷിൽ ഞാൻ പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാം ദേവി, ഞാൻ ടൈം ഓവറായി, അതുകൊണ്ട് വേണമെങ്കിൽ പിന്നെ ഞാൻ എഴുതി പേഴ്സണലി ഞാൻ അയച്ചു തരാം. എനിക്ക് ഇപ്പൊ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല, ടൈം നമുക്ക് കഴിഞ്ഞു. അതുകൊണ്ട് എന്റെ കടങ്ങൾ എന്നെ നിർവീര്യമാക്കുന്നില്ല. ദേവിക്ക് ഇതിന്റെ ആവശ്യമില്ല, ഓൾറെഡി കടമില്ലാത്ത ആള്, വെറുതെ അനാവശ്യമായിട്ടുള്ള പരിപാടിക്ക് കയറി നിൽക്കണ്ട കേട്ടോ. യു ഡോണ്ട് നീഡ് ദിസ് വൺ. എന്റെ കടങ്ങൾ എന്നെ നിർവീര്യമാക്കുന്നില്ല, അത് തീർക്കാനുള്ള എല്ലാ വഴികളും ഞാൻ കണ്ടെത്തുന്നു. ഒന്ന്. രണ്ടാമത്, എന്റെ മനസ്സിന്റെ മാറ്റം എന്റെ കടമുക്തിയിലേക്ക് കൊണ്ടുപോകുന്നു. എന്റെ മനസ്സിന്റെ മാറ്റം എന്നെ കടമുക്തിയിലേക്ക് കൊണ്ടുപോകുന്നു. എന്റെ മനസ്സിന്റെ മാറ്റം എന്നെ വിമുക്തിയിലേക്ക് കൊണ്ടുപോകുന്നു. നാളെ ഞാൻ സമൃദ്ധിയുടെ ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് കടക്കും. നാളെ ഞാൻ സമൃദ്ധിയുടെ പുതിയ കാലഘട്ടത്തിലേക്ക് കടക്കും. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഈ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ എല്ലാ ദിവസവും 3 തവണ വെച്ച് പറയണം. എഴുതുകയും പറയുകയും വേണം. 3 തവണ വെച്ച് എഴുതുകയും പറയുകയും വേണം. എല്ലാ ദിവസവും. എത്ര ദിവസവും ഒന്നും കണക്കില്ല, കാരണം ഇത് എന്നും നിങ്ങൾക്ക് പുറത്ത് കിടക്കുന്നത്, എപ്പോഴാണോ പുറത്ത് കിടക്കുന്നത് അപ്പോൾ അത്രയും സമയം നിങ്ങൾ ഇത് ചെയ്യുക. ഇനി രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ആണ്. ഇന്ന് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ രാവിലെ കൊടുത്തിരുന്നു. നിങ്ങൾ വളരെ കുറച്ച് ആൾക്കാർ അതിൽ എത്താൻ, ഒരുപാട് ആൾക്കാർക്ക് എത്താൻ പറ്റിയില്ലെന്ന് മനസ്സിലാക്കുന്നു. ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ സിമ്പിളായിട്ട് കാണരുത്. മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നതിന് ഏറ്റവും പവർഫുൾ ആയ സാധനമാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഷിഫ്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്. മൂന്നാമത്തത് ഞാൻ പറഞ്ഞത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണോ? നാളെ ഞാൻ സമൃദ്ധിയുടെ പുതിയ കാലഘട്ടത്തിലേക്ക് കടക്കും. നാളെ എന്നുവെച്ചാൽ ടുമാറോ അല്ല, എവരിഡേ. നാളെ ഞാൻ സമൃദ്ധിയുടെ പുതിയ കാലഘട്ടത്തിലേക്ക് കടക്കും എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യേണ്ടത് നമ്മൾ ഓരോന്നിനും, ഞാൻ ഇന്ന് എന്തൊക്കെ നേടിയിരിക്കുന്നു അതിനൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതണം. വൈകിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇന്ന് എനിക്ക് ലഭിച്ച കാര്യങ്ങൾക്ക് എല്ലാത്തിനും നന്ദി പറയണം. അത് നിങ്ങൾ ഓർത്ത് പറയുക തന്നെ വേണം. ഇതിനൊന്നും ഷോർട്ട് കട്ട് മെത്തേഡുകൾ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. നിങ്ങൾ ഇന്ന് എന്തൊക്കെ ലഭിച്ചു എന്നത് എഴുതാൻ നിങ്ങൾ നോട്ട് ബുക്ക് പുസ്തകത്തിൽ എഴുതുക തന്നെ വേണം. അതിന് നന്ദി പറയണം. എനിക്ക് ഇന്ന് ലഭിച്ച ഇന്ന കാര്യങ്ങൾക്കൊക്കെ നന്ദി, ഇത് കാര്യങ്ങൾക്കൊക്കെ നന്ദി. ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ രാവിലെ പറഞ്ഞപ്പോൾ ഞാൻ കൃത്യമായി നിങ്ങളോട് പറഞ്ഞിരുന്നു. അത് അത്രയും പവർഫുൾ ആയ സാധനമാണ്, ഡെയിലി പ്രാക്ടീസുള്ള സാധനമാണ്. ഞാൻ ഇന്ന് എന്തൊക്കെ നേടി അതിനൊക്കെ നന്ദി പറയുക. പിന്നെ രണ്ടാമത്തത്, എന്തിനൊക്കെ നന്ദി, അത് നേടിയതിനൊക്കെ ഇനി ഞാൻ എന്തിനൊക്കെ നന്ദി പറയണം. വാട്ട് ആർ ദ തിങ്സ് ഐ ഷുഡ് സേ താങ്ക് യു.
എനിക്ക് എന്തിനൊക്കെ, അതായത് എന്റെ ഈ ബാധ്യതകൾ തീർന്നതിന് നന്ദി, തീരാൻ പോകുന്നതിന് നന്ദി, ഞാൻ ഇന്ന മാസം ഇത്രയും പൈസ അടച്ചതിന് നന്ദി, എനിക്ക് പൈസ 2026 ജനുവരി 10-ാം തീയതി എനിക്ക് കാശ് കിട്ടാൻ പോകുന്ന കാശിന് നന്ദി, അങ്ങനെ വരാനിരിക്കുന്ന എന്തിനൊക്കെ വരാനുണ്ടോ അതിനൊക്കെ നന്ദി പറയണം. 2 നന്ദിയായി. മൂന്നാമത് ഞാനിന്ന് നേടിയവക്കായി അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ലഭിച്ചു കൊണ്ടിരിക്കുന്നതിന് എല്ലാത്തിനും നന്ദി. അതായത് നമുക്ക് ഇന്ന് ലഭിച്ചതിന് നന്ദി, ലഭിക്കാൻ പോകുന്നതിന് നന്ദി, ഇപ്പോൾ ലഭിച്ചതിന് നന്ദി, എല്ലാത്തിനും നന്ദി പറയാൻ തയ്യാറാവണം എന്നുള്ളതാണ്. ഇത് രണ്ടും ചെയ്തതിന് ശേഷം സ്വസ്ഥമായി കണ്ണടച്ചിരിക്കുക. കണ്ണടച്ചിരുന്നിട്ട് നിങ്ങൾക്ക് ആ കടങ്ങളെല്ലാം ഇല്ലാത്തൊരവസ്ഥയെ വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾ ആ കടങ്ങളെല്ലാം ക്ലിയർ ആയി, നിങ്ങൾ ഒരു തരത്തിലുള്ള ബാധ്യതയും ഇല്ല എന്ന് കണ്ണടച്ച് വിശ്വസിക്കുക, വിഷ്വലൈസ് ചെയ്യുക, കൃത്യമായി വിഷ്വലൈസ് ചെയ്യുക, കണ്ണടച്ച് വിഷ്വലൈസ് ചെയ്യുക. ബാങ്ക് അക്കൗണ്ടിൽ കൃത്യമായി, ഇപ്പോഴെല്ലാം ബാങ്ക് അക്കൗണ്ട് മൈനസ് ആയിരിക്കും കാണുന്നത് അല്ലെ, അതിന് പകരം പ്ലസ് എത്ര എമൗണ്ട് എന്ന് കൃത്യമായി ബാങ്ക് അക്കൗണ്ടിൽ നിങ്ങൾക്ക് വേണ്ട എമൗണ്ട് എന്താണോ അത് കൃത്യമായി കാണുക, വിഷ്വലൈസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ എല്ലാ ദിവസവും ചെയ്യാൻ നിങ്ങൾക്ക് മാക്സിമം എടുത്താൽ 10 മിനിറ്റ് 15 മിനിറ്റ് സമയം ഉണ്ടാവും. ഇത് ഇല്ലാത്തവരാണെങ്കിൽ ഒന്നും പറയാനില്ല, നമുക്ക് മാറണം എങ്കിൽ ഒരു 10-15 മിനിറ്റ് തയ്യാറാവുക. ഇത് കൂടുതൽ അറിയാനും കൂടുതൽ പഠിക്കാനും ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് നമ്മുടെ കോഴ്സിലൂടെ നമുക്ക് കൂടുതൽ ഞാൻ പഠിപ്പിച്ചു തരാം. നിങ്ങൾക്ക് ഫേസ് ടു ഫേസ് ഇപ്രാവശ്യം വാട്സപ്പ് ക്ലാസ്സും 1 വീക്ക് ഒരു വീക്കിൽ ഫേസ് ടു ഫേസ് ക്ലാസ്സും ഉണ്ടാവും. ഒന്നുകൂടി ക്ലിയർ ചെയ്യാനായിട്ട് അതിൽ ഡൗട്ടുകളൊക്കെ ക്ലിയർ ആക്കുക. ആദ്യത്തെ ദിവസം തുടക്കത്തെ ദിവസം ഫേസ് ടു ഫേസ് ക്ലാസ് എടുത്തതിന് ശേഷം നമ്മൾ തുടങ്ങുള്ളൂ. പിന്നെ ക്ലാസ് എടുക്കുന്നതിൽ ഇടയിൽ ഒരു ദിവസം കൂടി ഫേസ് ടു ഫേസ് ക്ലാസ് എടുക്കും. ജോയിൻ ചെയ്യുന്നവര് ഇന്നോ നാളെയോ ജോയിൻ ചെയ്താൽ 25-ാം തീയതി തുടങ്ങിയാൽ 5-ാം തീയതി തീർക്കുള്ളൂ. കാരണം 5-ാം തീയതി തീർന്നാൽ 6-ാം തീയതി എനിക്ക് തൃശ്ശൂർ പ്രോഗ്രാമിലേക്ക് വരാൻ പറ്റുകയുള്ളൂ. കാരണം ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ക്ലാസ് വിടുന്നതുകൊണ്ട് മാത്രമേ എനിക്കറിയാം. ഞാൻ 5-ാം തീയതി നൈറ്റാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ 4-ാം തീയതി നൈറ്റ്, ഓക്കെ, 4-ാം തീയതി നൈറ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് പ്രാക്ടീസ് ചെയ്യുക. ബാക്കി എല്ലാ ദിവസവും നിങ്ങൾക്ക് ഈ ബാധ്യതകളിൽ നിന്നൊക്കെ പുറത്തു കടക്കുകയും നിങ്ങൾ സന്തോഷപ്രദമായ ഒരു ജീവിതം ഉണ്ടാക്കുകയും സാധിക്കട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി. സമയമായി. എന്തെങ്കിലും ആർക്ക് ചോദിക്കാനുണ്ടെങ്കിൽ 1 മിനിറ്റ് കൂടി സമയം തരാം. താങ്ക് യു ആൾ. താങ്ക് യു സർ. താങ്ക് യു. Second affirmation. Thank you, sir. Thank you, sir. Thank you, Thank you. Thank you, sir. Thank you, sir. Thank you, sir. Thank you very much, sir. Thank you very much. Thank you very much. Thank you, sir. Thank you so much. Thank you, sir. Thank you all. Bye bye.